ബേഡൻ എന്ന് പറഞ്ഞ പയ്യൻ, അവൻ്റെ ശരത്തെന്നോ എന്താണ് അവൻ്റെ പേര്, ശരത്ലാലെന്നോ അങ്ങനെ എന്തോ ആണ്, ഹിരൺ മുരളി എന്തുകൊണ്ടോ എന്തായാലും പേരിൽ എന്തിരിക്കുന്നത് പണ്ടൊരു വലിയ സാഹിത്യകാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ആ പേര് പറഞ്ഞ് എന്തെല്ലാം അവകാശങ്ങൾ കിട്ടാമോ എല്ലാം നേടിയെടുത്ത ഒരു സമുദായത്തിൻ്റെ ഒരു സ്ത്രീ വരുന്നിരുന്ന് വെള്ളാപ്പള്ളിയേക്കാൾ എനിക്ക് പുച്ഛം തോന്നുന്ന ഈ സ്ത്രീയോടാണ്. കാരണം സുകുമാരൻ നായർ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ പാർട്ടി അടക്കം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം ഇളകും. അവിടെ ഗോകുലം ഗോപാലനൊക്കെ ചെന്നാൽ ചവിട്ടി കൂട്ടും. മനസ്സിലായില്ലേ? ഇടതുപക്ഷത്തിൻ്റെ 4ാം വാർഷികം ഇടുക്കിയിൽ എവൻ്റെ ആയിരുന്നു ഷോ വെച്ചിരുന്നത്. 12 ലക്ഷം രൂപ കൊടുത്ത് എവൻ്റെ ഷോയാണ് വച്ചിരുന്നത്. ബ്രാഹ്മണർ, നമ്പൂരി, നായർ ഒഴിച്ച് ബാക്കി ഏത് ജാതിക്കാരനും ആരെയും തള്ളക്കി വിളിക്കാവുന്ന ഒരു ലൈസൻസ് ഇപ്പോൾ കേരളത്തിലുണ്ട്. അവന് കേരളത്തിൽ ഇപ്പോൾ ജീവിക്കാൻ എന്താ പ്രശ്നമുള്ള അവൻ്റെ സമുദായത്തിന്? ഒരു പ്രശ്നമില്ല. യവനൊക്കെ തലയുയർത്തി നടക്കാൻ കഴിയുന്നത് ഒരു നാരായണ ഗുരുസ്വാമിയുടെയോ ഒരു അയ്യങ്കാളിയുടെയോ കഴിവുകൊണ്ടല്ല. യവന്മാർ കുറേ വാളിപ്പയിലുകളൊന്ന് ഉത്സവ പറമ്പിൽ ഒന്ന് കൈയടിച്ചാൽ കേരളത്തിലെ മൊത്തം കൈയടിയാവില്ല. ഈ പുരുതകം പിടിച്ചാൽ ഉടൻ ചോദിക്കുന്ന മോഹൻലാലിൻ്റെ കൊമ്പിനെ കുറിച്ചാണ്. ഒരുത്തൻ അഭിമാനത്തോടെ പറഞ്ഞേ, എൻ്റെ ജീവിതത്തിൽ ആരും അടിച്ചിട്ടില്ല, പിന്നെ മീൻ വിൽക്കുന്ന ഒരു സ്ത്രീ പാളയിട്ട് ഒരു അടി അടിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞല്ലാണ്. നിയമം തന്നെയാണ്. അതെ, കേസ് വന്നാൽ സുരേഷ് ഗോപി പറഞ്ഞേ പറ്റുള്ളൂ ഈ പുലിനഖം എവിടെ നിന്ന് കിട്ടി, ആര് തന്നു എന്നൊക്കെ പറയേണ്ടി വരും. വേടനെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അത്ര വലിയ സംഗീത ശാഖയ്ക്ക് അത്ര വലിയ സംഭാവന നൽകിയ ആളൊന്നുമല്ല വേടൻ. ഞാനൊരു ഫിലിം ആക്ടറാണ്. അത് ശരി, ജോലി തിരക്കുകളുടെ സിനിമ കാണാറില്ല, സോറി അറിയില്ല താങ്കളെ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദിനേശ് ഇത്ര വിവരം കേട്ടവരാണെന്ന് ചോദിക്കരുത്. ഒന്നാമത് എനിക്ക് ഈ ആപ്പോ ഈ റാപ്പ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. കാരണം അതൊന്നും പാട്ടല്ല. ഈ ജാതി പറഞ്ഞ് അല്ലെങ്കിൽ കുറേ നെടുങ്ക ഡയലോഗുകൾ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് കാളമൂത്രം ഒഴിക്കും പോലെ പറയുന്നതിന് ഞാൻ ഒരു സംഗീതമൊന്നും പറയില്ല. ഈ കള്ളം പറയാൻ പറ്റുമോ? അയ്യോ ഇയാളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ചെമ്പൈ വൈദ്യനാഥ് ഭാഗവതർ കഴിഞ്ഞാൽ എനിക്ക് ഈ വേടനെയാണ് ഇഷ്ടമെന്ന് ശിവകുമാർ പറഞ്ഞാൽ അത് തെറ്റാണ്, കള്ളമാണ്. ജയചന്ദ്രൻ ഒരു കൊച്ചു ഡയറി ഉണ്ടെന്ന് ആർക്കും വായിക്കാൻ നോക്കില്ല അതിലെ അക്ഷരം. അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടില്ലേ പുള്ളി പാടണം. അല്ല, സിനിമയിൽ ജാതി ഉണ്ട്. അതെന്നറിയോ? നിങ്ങൾ വിജയമാണെങ്കിൽ ആ വിജയ ജാതി അവിടെ സക്സസ് ആവും. നിങ്ങൾ പരാജയമാണെങ്കിൽ എത്ര മാന്യനായാലും പൊളിഞ്ഞു പോകും. ഇപ്പം നിങ്ങളൊരു പടം എടുത്തിട്ട്, ഇപ്പോൾ രഞ്ജിത്തിൻ്റെ തുടരും എന്ന് പറഞ്ഞാൽ തരുൺ മൂർത്തിയുടെ പടം എടുത്ത് റിലീസ് ചെയ്യുന്നതിൻ്റെ അന്ന് ഹർത്താലാണെങ്കിൽ ആ പടം വീഴും. 2 ഒരു ഗോഡ് ഫാദർ വേണം. നിങ്ങളെ പൊക്കി വിടാൻ ആൾ വേണം. ഇപ്പോൾ വേടനെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് പോലെ കൊണ്ടു നടക്കാൻ ആൾ വേണം. ഇവിടെ കഥാപ്രസംഗത്തിനെ നിരോധിക്കാൻ വേണ്ടി ചേങ്കോട്ട് വേണം സ്വാമി പഠിച്ച പണി 18 നോക്കി സാംബശിവനെ പൂട്ടിയ നാടാണ്. സാംബശിവൻ പക്ഷേ ഇതുപോലുള്ള അലവലാതെ തന്നെ ചെയ്തിട്ടില്ല. ഷൈൻ നിഗത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് നിനക്കറിയാമോ? ജയൻ മയിൽ. അപ്പോൾ ഞാൻ ചീത്ത വാക്കാണ് ആദ്യം വിചാരിച്ചത്. ജയൻ മയിൽ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്തെന്ന് മട്ടാഞ്ചേരി എന്ന് നിനക്ക് അറിഞ്ഞൂടാ? മട്ടാഞ്ചേരി അവൻ്റെ അച്ഛൻ്റെ വകയോ? എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് മട്ടാഞ്ചേരിയിൽ 100 കണക്കിന് ആരാധകരുണ്ടെന്നേ. അപ്പോൾ മനോജ് എബ്രഹാം സാറിനും ആൻറ്റി നാർക്കോട്ടിക്കിൻ്റെ ADGPക്ക് പരാതി കൊടുത്തിട്ട് പോലും വീണ്ടും വിളിക്കുകയാണ്, നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ വേടനല്ല, ഇനി ഏത് ഓച്ചനായാലും ശരി, ജാതി വച്ച് മതം വച്ച് പാർട്ടി വെച്ച് ഒക്കെ സംസാരിച്ചാൽ അവനെ വകവയ്ക്കരുത്. വേടൻ ഇന്ന് എത്ര വലിച്ചു, അവൻ എത്ര തള്ളക്കി വിളിച്ചു നായന്മാരെ, അത് കേൾക്കാനാണ് ആൾക്ക് ഇഷ്ടം. നായന്മാരും അത് വായിക്കും, ആസ്വദിച്ച് നമ്മളെ തള്ളക്കി വിളിച്ചു ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ ഈ പ്രശ്നം തീരും. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ നാളുകളായി നാം ചർച്ച ചെയ്യുന്ന വിഷയം സിനിമയിലെ ലഹരിയെ പറ്റിയാണ്. വീണ്ടും ഒരു ഗായകൻ കൂടി, ഒരു റാപ്പ് ഗായകൻ കൂടി ലഹരി കേസിൽ അകത്താവുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി കേരളത്തിലെ സാധാരണ ജനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര സംവിധായകൻ ശാന്തിവിള ദിനേശ് നമ്മളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തോടെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഗായകൻ എന്ന് ഇപ്പോൾ അറിയുന്നൊരു ഗായകൻ, സിനിമാ പാട്ടല്ല, റാപ്പ് സംഗീതത്തിലൂടെ തലമുറകളെ സ്വാധീനിക്കുന്നു എന്ന് പറയപ്പെടുന്നൊരു ഗായകൻ, അയാളെ ലഹരി കേസിലിപ്പോൾ അകത്താകും. പക്ഷെ ജനങ്ങൾ പറയുന്നത് അദ്ദേഹത്തെ ഇരയാക്കുകയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ റാപ്പനൊരു ഇരയാണ്. റാപ്പല്ല, വേടൻ. സോറി, വേടൻ ഒരു ഇരയാണോ എന്ന് ചോദിച്ചാൽ, ചിലരെന്തെങ്കിലും ഒരു കുറ്റത്തിൽപ്പെട്ടാൽ ഇരയാവുകയും ചിലർ പാടില്ല എന്ന് പറയുന്ന ഒരു ഇരട്ടത്താപ്പാണ്. പിന്നെ ഇപ്പം നന്നായിട്ട് വിറ്റെടുക്കാവുന്നതാണ് ജാതി. നമ്മൾ ജാതിയില്ല മതമില്ല എന്നൊക്കെ പറയും. ഞാനിപ്പോൾ ടി വിയിൽ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരസ്യം വരുമ്പോൾ മാത്രമാണ് ഞാൻ ചാനൽ മാറ്റുന്നത്. ഈഴവർക്ക് വേണ്ടി ഈഴവ മാട്രിമോണിയിൽ എന്ന് പറഞ്ഞൊരു വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീയാണെന്ന് തോന്നുന്നു. നല്ല സുന്ദരിയായ ഒരു സ്ത്രീ വന്നിരുന്നു ഈഴവ പയ്യന്മാർക്ക് ഈഴവ പെണ്ണുങ്ങൾക്കും കല്യാണം ആലോചിക്കാനുള്ള ഒരു ഇത് പറയുന്നു. ജാതി പറയരുത്, മതം പറയരുത്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരകളെന്ന് പറയുന്ന ആ പേര് പറഞ്ഞ് എന്തെല്ലാം അവകാശങ്ങൾ കിട്ടാമോ എല്ലാം നേടിയെടുത്ത ഒരു സമുദായത്തിൻ്റെ ഒരു സ്ത്രീ വരുന്നിരുന്ന് വെള്ളാപ്പള്ളിയേക്കാൾ എനിക്ക് പുച്ഛം തോന്നുന്ന ഈ സ്ത്രീയോടാണ്. കാരണം നല്ല എഡ്യൂക്കേറ്റഡായ ഒരു കുട്ടിയെന്ന് തോന്നുന്നു, ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു. അവർ വന്നിരുന്നിട്ട് പറയാണ് ഈഴവരുടെ ഉന്നമനത്തിന് വേണ്ടി, ഈഴവർക്ക് പെണ്ണ് കിട്ടാൻ വേണ്ടി, ഈഴവർക്ക് ഭർത്താവിനെ കിട്ടാൻ വേണ്ടി നമ്മുടെ മാട്രിമോണി
ജാതി പച്ചയ്ക്ക് പറയുകയാണ്, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ആ പരസ്യം വരുമ്പോഴാണ് ഞാൻ ചാനൽ മാറ്റാറ് അടുത്തതിലേക്ക്. കാരണം എനിക്ക് സഹിക്കാൻ പറ്റില്ല അത് കാണാൻ. കാരണം ജാതി പറഞ്ഞ് ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ചിലപ്പോൾ വേണമെങ്കിൽ കേസ് വരെ എടുക്കാം, കാരണം അങ്ങനെയൊക്കെ പറഞ്ഞു കളഞ്ഞു. ഇവിടെ സവർണാധിപത്യം അല്ലെങ്കിൽ സവർണ ജാതികളെന്ന് പറയില്ലേ, ബ്രാഹ്മണർ, നമ്പൂതിരിമാർ, നായന്മാർ, അവരൊക്കെ എങ്ങനെ സവർണരായി എന്ന് എനിക്കറിയില്ല. ഒരു കാലത്ത് നമ്മുടെ പൂർവികരായിരുന്ന ആൾക്കാർ ചില തെമ്മാടിത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. അവരൊഴിച്ച് ബാക്കി എല്ലാവരും ജാതി പറയുകയാണ്. ആർക്കും നായരെ കൊട്ടാമെന്നുള്ളൊരവസ്ഥയും. നായരെ എന്തും പറയാം. വെള്ളാപ്പള്ളി നടേശനെ എത്ര വേണമെങ്കിലും തള്ളക്കി വിളിക്കാം നായന്മാരെ. സുകുമാരൻ നായർ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ പാർട്ടി അടക്കം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം ഇളകും. ഇപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, SNDPയുടെ തലപ്പത്ത് വന്ന കുമാരനാശാനേക്കാളും മേളിലാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. എൻ്റെ പാർട്ടിയുടെ നേതാവിൻ്റെ ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത്. മനസ്സിലായില്ലേ? 17 വയസ്സിൽ പാർട്ടി മെമ്പർഷിപ്പ് കിട്ടിയ ഇപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന അഭിമാനത്തോടെ ഞാൻ പറയുന്നത് എനിക്ക് നാണം തോന്നി, എൻ്റെ തല കുനിഞ്ഞു പോയി. വെള്ളാപ്പള്ളി നടേശൻ കുമാരനാശാനേക്കാളും മേളിലാണെന്ന് പറയുന്ന അയാൾക്ക് വേണ്ടി എന്താ പറയുക ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ നിങ്ങളാലോചിച്ച് നോക്കൂ. മറുവശത്ത് അയാളുടെ മകൻ, എല്ലാ തിന്മകളുടെയും വിലനിലമായ പയ്യൻ BJPയുടെ മുന്നണിയിൽ, അച്ഛൻ ഇടതുപക്ഷത്ത്. രണ്ടുപേരും കൂടി അവരുടെ കാര്യങ്ങളും അവരുടെ സാമ്രാജ്യങ്ങളും എല്ലാം വെട്ടിപ്പിടിക്കും. ആയിരക്കണക്കിന് കോടിയുടെ അഴിമതി ചോദിച്ചാൽ പറയും തെളിയിക്കുന്നു. ആരെങ്കിലും കണിച്ചുള്ളവരെങ്കിൽ തെളിയിക്കാൻ വേണ്ടി ചെന്നാൽ കൂമ്പിലിട്ട് ഇടിച്ചു കൊടുക്കും. മനസ്സിലായോ? എന്ന് മാത്രമല്ല, ഇയാളുടെ എന്താ പറയുക ആലപ്പുഴയിലുള്ള ഹോട്ടലിൽ, 5 സ്റ്റാർ ഹോട്ടലിൽ വിളിച്ചു വരുത്തി മദ്യവും നല്ല ഭക്ഷണവും കൊടുത്ത് കയ്യിൽ കുറച്ച് കാശും കൊടുത്താൽ ഏത് SNDP യോഗവും എങ്ങോട്ടും തിരിച്ചു വിടാൻ കഴിയുന്ന കുറേ വിവരദോഷികളായ ആളുകളെ വെച്ചാണ് അയാൾ SNDP നടത്തുന്നത്. അവിടെ ഗോകുലം ഗോപാലിനൊക്കെ ചെന്നാൽ ചവിട്ടി കൂട്ടും. മനസ്സിലായില്ലേ? ഗോകുലം ഗോപാലിനെ ഈഴവനെന്നവർ പറയില്ലല്ലോ. അപ്പോൾ അങ്ങനെ 10-30 വർഷക്കാലമായി ആകെപ്പാടെ ഒരു ഒന്നാമത് VS അച്യുതാനന്ദനാണ് ഇയാളെ നേതാവാക്കിയത്. അയാൾക്ക് പറ്റിയൊരു ഏറ്റവും വലിയ 2-3 അബദ്ധങ്ങളുണ്ട്. ഒരു അബദ്ധം വെള്ളാപ്പള്ളി നടേശനെ നേതാവാക്കിയതാണ്. ആ വെള്ളാപ്പള്ളി നടേശൻ VSനെ പറയുന്നത് എന്തൊക്കെയാണ്? പക്ഷേ ഞങ്ങളുടെ പാർട്ടിക്ക് അത് പ്രശ്നമില്ല, കൈയടിക്കും. കാരണം എന്താ പറയുക, VSനല്ലേ തള്ളക്കി വിളിക്കുന്നത്, നമ്മളെ അല്ലല്ലോ. അതുകൊണ്ട് കുമാരനാശാൻ്റെ മേളിലാക്കി ഇരുത്തുന്ന നാടാണ്. ഇപ്പം തന്നെ ഈ വേടൻ എന്ന് പറഞ്ഞ പയ്യൻ, ഇങ്ങനെ ഒരു പയ്യൻ ഒന്നാമത് എനിക്ക് ഈ റാപ്പൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. നാടൻ ശീലുകൾ ഞാൻ ആസ്വദിച്ച് കേട്ടിട്ടുള്ള ആളാണ്, കലാഭമണിയുടെ അടക്കം. മണിയും ജാതി പറയുന്ന ആളായിരുന്നു. എൻ്റെ അച്ഛൻ ജോലി ചെയ്തിരുന്ന ജമ്മിയുടെ വസ്തു വിലയ്ക്ക് വാങ്ങി അവിടെ ഞാൻ പാടിയുണ്ടാക്കി, അവിടെ ഇരുന്ന് ഞാൻ നാടൻ ചാരായം വാറ്റിയുണ്ടാക്കി കുടിക്കുന്നവനെന്ന് അഭിമാനത്തോടെ പറഞ്ഞവനായിരുന്നു മണി. അകാലത്തിൽ പോയി ആ പയ്യൻ, എത്ര കാലം ജീവിച്ചിരിക്കേണ്ടവൻ ഇല്ലേ? അപ്പോൾ കലാഭവൻ മണിമാർക്കും ഈ വേടന്മാർക്കും ഒക്കെ നല്ല മാർക്കറ്റാണിപ്പോൾ. അപ്പോൾ അവർക്ക് ഉത്സവ പറമ്പുകളിലായാലും എവിടെ ആയാലും, ഇപ്പോൾ തന്നെ ഇടതുപക്ഷത്തിൻ്റെ 4ാം വാർഷികം ഇടുക്കിയിൽ എവൻ്റെ ആയിരുന്നു ഷോ വെച്ചിരുന്നത്. 12 ലക്ഷം രൂപ കൊടുത്ത് എവൻ്റെ ഷോയാണ് വെച്ചിരുന്നത്. സർക്കാർ ഇങ്ങനെ ദൂർത്തടിക്കുന്ന ഈ പൈസയൊക്കെ ഇങ്ങനെയുള്ളവർക്ക് പൈസ കൊടുത്താണല്ലോ ദൂർത്തടിക്കുന്നത്. അപ്പോൾ വർത്തമാനകാല കേരളത്തിൽ ഞാൻ പറയുന്നത് എനിക്ക് സുകുമാരൻ നായരെ ഇഷ്ടമല്ല, ഞാൻ പെരുന്നാൾ പോപ്പെന്നാണ് പറയാറ്. പക്ഷേ അയാൾ ഇതുപോലെ വിവരക്കേടുകൾ പറയാറില്ല. ആര്? വെള്ളാപ്പള്ളിയെ പോലെ തരം കണ്ട പോലെ, അപ്പ കാണുന്നവൻ അപ്പാന്ന് വിളിക്കുന്ന പോലെ എന്തും പറയും. ഇന്ന് അയാളെ വീട്ടിൽ ചെന്ന് കാലിത്തോട്ട് തൊഴുതാൽ അവനാണ് കേരളത്തിലെ ഏറ്റവും നല്ലവനെന്ന് പറയും. നാളെ അവൻ ചെന്നില്ലെങ്കിൽ പറയും അവൻ ഫ്രോഡാണെന്ന്. അങ്ങനെ പറയുന്ന ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. 30 വർഷമായി SNDP അച്ഛനും മോനും കൂടെ ചേർന്ന് വിഴുങ്ങുന്നു. ഭാര്യ ഏതോ SNDPയിലെ ഏതോ വനിതാ വിങ്ങിൻ്റെ നേതാവ്, എല്ലാം കുടുംബ വകയാക്കി മാറ്റി. പക്ഷേ അയാളെ കൊണ്ടു കിടക്കാനാണ് പിണറായി വിജയന് ഇഷ്ടം. അതിപ്പം പിണറായി മാത്രം പറയണ്ട, BJPയിലെ ഇയാൾ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ചാർജ് എടുത്തപ്പോഴും നേരെ അങ്ങ് പോയല്ലോ. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വെള്ളാപ്പള്ളിയുടെ കാലിത്തൊട്ട് തൊഴും, സുകുമാരൻ നായരെ തള്ളക്കി വിളിക്കും. BJPക്കാർ തന്നെ എത്ര പ്രാവശ്യമാണ് സുകുമാരൻ നായരെ തള്ളക്കി വിളിച്ചേക്കുന്നത്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി അയാൾ കാലൊടിഞ്ഞോ എന്തോ ആശുപത്രി കിടക്കുന്നിടത്ത് കാണാനും പോയി. പിന്നെ എന്താ പറയുക, സുകുമാരൻ നായരുടെ ഭീഷണിപ്പെടുത്തി 5ാം മന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര ഉപമന്ത്രി രമേശ് ചെന്നിത്തലയാക്കണം, അല്ലെങ്കിൽ വിവരം അറിയും എന്നൊക്കെ പറഞ്ഞ് വരട്ടും പോലെ ഈ മന്ത്രിസഭയിൽ വരട്ടാനും പറ്റുന്നില്ല. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. പക്ഷേ ബ്രാഹ്മണർ, നമ്പൂരി, നായർ ഒഴിച്ച് ബാക്കി ഏത് ജാതിക്കാരനും ആരെയും തള്ളക്കി വിളിക്കാവുന്ന ഒരു ലൈസൻസ് ഇപ്പോൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ പറയുന്നത് സന്ധ്യയ്ക്ക് എന്താ ചൂട്ടും കൊണ്ട് വന്ന് കുട്ടികളെ ഉണ്ടാക്കി വിട്ട് പോയിരുന്നവരെ നായന്മാരെ പെണ്ണുങ്ങൾക്കെല്ലാം കുട്ടികളുണ്ടാക്കി കൊടുത്തിരുന്നവന്മാരാണ്. അങ്ങനെ നായന്മാരെ മക്കൾക്കൊന്നും തന്തയില്ല. തന്തയുണ്ടല്ലോ, ഈ സന്ധ്യയ്ക്ക് വന്നവൻ ആരെന്നറിയാം. പക്ഷേ സന്ധ്യയ്ക്ക് വന്നവൻ ഏവനെന്ന് അറിഞ്ഞിടാത്ത എത്ര മക്കളുള്ള നാടാണ് ഇവിടെ അല്ലേ? നമ്മൾ കാണുന്ന ഒരുമാതിരി തൊലിവെളുപ്പുള്ള എത്രയോ പിള്ളേരെ കാണുന്നു, ഇവൻ്റെ തന്ത ആരെന്ന് അറിഞ്ഞൂടാ. നായരുടെ ഒന്നുമില്ലെങ്കിലും
ഈ സന്ധ്യയ്ക്ക് വന്ന അല്ലെങ്കിൽ സഹോദരൻ തുറന്നു കൊടുത്ത വാതിലിൽ കയറി കാലിൽ വെള്ളമൊക്കെ കാലുകൊണ്ട് കഴുകി അകത്ത് പോയി അവരുമായിട്ട് രമിച്ച് രാവിലെ പോവുകയും ഒരു സുപ്രഭാതത്തിൽ ആ പരമ്പ് ചുരുട്ടി വയ്ക്കുമ്പോൾ ആ ഭർത്താവിൻ്റെ ജോലി തീർന്നു, ഇനി അവനെ അവിടെ വീട്ടിൽ കയറ്റണ്ടെന്നാണ് പണ്ടത്തെ ആളുകൾ ചെയ്തിരുന്നു എന്ന് പറയുന്നു. നമുക്കറിയില്ല. എന്തായാലും എൻ്റെ അപ്പൂപ്പൻ്റെ കാലത്തും ഇതില്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഭേദപ്പെട്ട ഒരു ഫാമിലി ജനിച്ചെന്നാണ് എനിക്കറിയാവുന്നുള്ള അറിവ്. പക്ഷേ അങ്ങനെ പോലും ഇല്ലാത്ത തന്തയാരെന്ന് പറഞ്ഞിടാത്ത എത്രയോ പേരുണ്ടായ നാടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാൻ പലപ്പോഴും ആലോചിക്കും, ഈ NDP എന്ന് പറഞ്ഞ പാർട്ടി, കിടങ്ങൂരുണ്ടാക്കിയ പാർട്ടിയൊക്കെ നശിച്ചു പോയി. എത്ര MLA മാരുണ്ടായിരുന്ന, മന്ത്രി ഉണ്ടായിരുന്ന പാർട്ടിയാണ്. ഈ NSSനെ കൊണ്ടൊന്നും കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി സത്യത്തിൽ ഏറ്റവും സമീപഭാവിയിൽ ബ്രാഹ്മണരും നമ്പൂതിരിമാരും നായന്മാരും കൂടി ചേർന്നൊരു പാർട്ടി ഉണ്ടാക്കിയില്ല എങ്കിൽ കേരളത്തിൽ നിൽക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അടുത്തൊരു 5-10 വർഷം കഴിയുമ്പോൾ മറ്റുള്ളവന്മാർക്കെല്ലാം സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും കൊണ്ട് അവർക്ക് ഭീഷണിപ്പെടുത്തി സർക്കാരിൻ്റെ നിന്ന് കിട്ടാവുന്നതെല്ലാം വാങ്ങാനും അറിയാം. അത് ആർക്കായാലും. ഞാൻ ഈ പറയുന്നത് സുരേഷ് ഗോപി പറയും പോലെ അല്ല. അടുത്ത ജന്മത്തിൽ പൂണൂലിട്ട് ജനിക്കണമെന്ന് പറഞ്ഞ വിവരക്കേടൊന്നുമല്ല ഞാൻ പറയണേ. പക്ഷേ നായർ സമുദായത്തേക്ക് എത്ര അധിക്ഷേപിച്ചാണെന്നറിയോ ഓരോരുത്തർ സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ റാപ്പെന്ന് പറഞ്ഞ എന്താ വേടൻ എന്ന് പറഞ്ഞ പയ്യൻ തന്നെ, അവന് കേരളത്തിൽ ഇപ്പോൾ ജീവിക്കാൻ എന്താ പ്രശ്നമുള്ള അവൻ്റെ സമുദായത്തിന്? ഒരു പ്രശ്നമില്ല. എല്ലാ ആനുകൂല്യങ്ങളും പറ്റി, നമ്മളുടെ ടാക്സ് കൊടുക്കുന്ന പൈസയിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും പറ്റി, അത് ജോലിയിലായാലും വിദ്യാഭ്യാസത്തിലായാലും ജീവിതത്തിലായാലും റേഷൻ കാർഡിലായാലും എല്ലാത്തിലും ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് ജീവിക്കുകയും എന്നിട്ട് നായന്മാരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ചോവനാണ്, ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ്. ഞാൻ ജാതി പറയുന്ന ഒരാളല്ല, പക്ഷേ ജാതി ചിന്ത എൻ്റെ പേരിൽ പോലും എൻ്റെ മകൻ്റെയോ എൻ്റെ ഒന്നും പേരിലില്ല. പക്ഷേ ഈ ജാതി ചിന്തകൾ വിളിച്ചു പറയുന്ന തമ്പ്രാക്കന്മാരെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നവന്മാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, യവനൊക്കെ തലയുയർത്തി നടക്കാൻ കഴിയുന്നത് ഒരു നാരായണ ഗുരുസ്വാമിയുടെയോ ഒരു അയ്യങ്കാളിയുടെയോ കഴിവുകൊണ്ടല്ല. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാരായണ ഗുരുസ്വാമി ഒരു സമരത്തിനും ഇറങ്ങിയിട്ടില്ല. അയ്യങ്കാളി ചെയ്തതെന്താണെന്ന് വെച്ചാൽ നായർ പ്രഭുക്കന്മാരിടുന്ന വേഷഭൂഷാദികളിട്ട് അവരെ വെല്ലുവിളിച്ച് നടന്നു. നേരെ മറിച്ച് EMS നമ്പൂതിരിപ്പാട് എന്നുള്ള വാലുള്ള നമ്പൂതിരിപ്പാടും P കൃഷ്ണപിള്ള എന്നുള്ള പിള്ള സ്ഥാനമുള്ള P കൃഷ്ണപിള്ളയും അതുപോലെ VT ഭട്ടതിരിപ്പാടിനെ പോലെ നമുക്ക് എണ്ണം പറയാം. AK ഗോപാലൻ നമ്പ്യാരാണ്. AK ഗോപാലനെ പോലെ ഒരുപാട് പേര് സഹന സമരങ്ങൾ നടത്തിയും ഒരുപാട് അടി വാങ്ങിയും നായന്മാർക്കും അല്ലെങ്കിൽ ഭൂപ്രഭുക്കന്മാർക്കും എതിരെ സമരം നടത്തിയുമൊക്കെയാണ് ഇവർക്ക് തലയുയർത്തി നടക്കാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുത്തത്. അതൊക്കെ മറന്നിട്ട് ഞങ്ങളൊരു 1-1.5 ആൾക്കാരാണ്. നമ്മൾ ആന ചെയ്യും പൂന ചെയ്യും. പിന്നെ ഇവർക്ക് എന്തോ ഇപ്പം തീവ്ര ഗ്രൂപ്പൊക്കെ ഉണ്ട്, കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് എന്തോ ഗ്രൂപ്പൊക്കെ ഉണ്ട്. പിന്നെ ഉത്സവ പറമ്പുകളിൽ വന്നാൽ മൈക്കിലൂടെ ആരെയും തള്ളക്കി വിളിക്കുന്നത് കേൾക്കുമ്പോൾ കൈയടിക്കാൻ ആളെ കിട്ടും. ഞാനിതിനെയൊക്കെ വാളിപ്പൈലുകളെന്നാണ് പറയാറ്. യവന്മാർ കുറേ വാളിപ്പൈലുകളൊന്ന് ഉത്സവ പറമ്പിൽ വന്ന് കൈയടിച്ചാൽ കേരളത്തിലെ മൊത്തം കൈയടിയാവില്ല. പക്ഷേ എനിക്ക് വേദന തോന്നാറുണ്ട്. കാരണം എൻ്റെ പാർട്ടി പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്നേ ഏറ്റവും ചെറുപ്പക്കാരനായ ഊർജ്ജസ്വലനായ നേതാവായ സ്വരാജ് അടക്കം നായർ കമ്മ്യൂണിറ്റിയിലെ ഒരു പ്രബല ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രബലരായ നേതാക്കന്മാർ നായന്മാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. പക്ഷേ അവിടെ ഈഴവർ ഹൈജാക്ക് ചെയ്യുന്നു എന്ന് ഞാൻ പറയും. ഇപ്പോൾ രാധാകൃഷ്ണനെ പോലെ മാന്യനായ ഹരിജൻ സമുദായത്തിൽ ജനിച്ച ആളുണ്ട്. മാന്യനാണ്, ജാതി പറയില്ല, അയാൾ വളരെ മാന്യനാണ്, ജെൻറ്റിൽമാനാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ഈഴവരുടെ അപ്രമാദിത്വമുള്ള സ്ഥലമാണ്. അവിടെ നായന്മാരെ അടിച്ചിരുത്തും. പലരെയും, ഒരുപാട് പേരെ, EP ജയരാജനടക്കം നിങ്ങൾ ഒരുപാട് പേരെ എടുത്തു നോക്കൂ, അവരെയൊക്കെ അടിച്ചിരുത്തും. കാരണം ഇതൊരു ഈഴവ പാർട്ടിയാണ് എന്ന് വരുത്താനായിട്ട്. പക്ഷേ ഞാൻ പറയുന്നത് AKGയെ പോലെ P കൃഷ്ണപിള്ളയെ പോലെ EMSനെ പോലുള്ള അവരും സാമൂഹ്യ പരിഷ്കർത്താക്കളായിരുന്ന VT ഭട്ടതിരിപ്പാടിനെയൊക്കെ പോലുള്ള ഒരുപാട് പേർ വേർപ്പൊഴുക്കി ഉണ്ടാക്കിയൊരു പ്രസ്ഥാനമാണ്. അന്ന് വേർപ്പൊഴുക്കാൻ അവരില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ഉണ്ടാവും. തോപ്പിൽ ഭാസിയെ പോലെ ഒരു നായരില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി പോലൊരു നാടകമില്ലായിരുന്നെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടം ഉണ്ടാകാൻ ഇത്രയും ശക്തി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ആ നായന്മാരെയൊക്കെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അവൻ പ്രതികരിക്കില്ല എന്ന് കണ്ടതുകൊണ്ട് ഏത് നായരെയും എന്തും വിളിക്കാം. ഒരു മൈക്ക് കിട്ടിയാൽ നിങ്ങൾ തമ്പ്രാക്കളല്ലടാ, ആരെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് തമ്പ്രാക്കളെ എന്ന് വിളിക്കൂ? ഇല്ല. ജമ്മി എന്ന് ആരെങ്കിലും വിളിക്കണമെങ്കിൽ അവന് വട്ടാണ്. വിളിക്കുന്നവനും വട്ട്, കേൾക്കുന്നവനും വട്ട. അങ്ങനെയുള്ള നാട്ടിൽ ഈ ചെറുപ്പക്കാരനെ പോലുള്ളവൻ ഇങ്ങനെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അവൻ വിളിക്കുന്നതൊക്കെ ഈ മറ്റേ വലിച്ചൊക്കെ ആയിരിക്കാം. എന്തായാലും അവൻ പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞു, ഞാൻ
മാന്യനാകാൻ ശ്രമിക്കും, നന്നാകാൻ ശ്രമിക്കും. തെറ്റുകൾ ആർക്കും പറ്റുമെന്ന്. ചിലപ്പോൾ ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെടുമായിരിക്കും. അവൻ്റെ പിടിച്ചപ്പോൾ തന്നെ കണ്ടില്ല 9 ലക്ഷം രൂപ എന്തോ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് 11 പേരുമായിട്ട് ഒരു ഫ്ലാറ്റിനകത്ത് കഞ്ചാവ് വലിക്കുന്ന ഒരു ഗ്യാങ്ങായിട്ട് ഇരിക്കുന്നുവെങ്കിൽ അവനെ വഴിതെറ്റിച്ചു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അതിൽ നിന്ന് അവൻ തിരുത്തുമെങ്കിൽ തിരുത്തട്ടെ. എല്ലാവരും തിരുത്തുന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ മറ്റേ പയ്യുണ്ടല്ലോ ഷൈൻ ടോം ചാക്കോ, അവൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് വാസി എനിക്ക് വിശ്വാസമില്ല. പക്ഷേ ഇവരെല്ലാവരും വേട്ടയാടുന്നത് ഷൈൻ ടോം ചാക്കോയാണ്. അയാൾ പറയുന്നു ഞാൻ തിരുത്താൻ ശ്രമിക്കും, ഞാനിപ്പോൾ റീഅഡിക്ഷൻ സെൻറ്ററിലാണ്, ഞാൻ അവിടുന്ന് ഒരു പുതിയ മനുഷ്യനായി ഇറങ്ങും, എനിക്കിത് ഒഴിവാക്കണമെന്നുണ്ടെന്ന് അയാൾ പറയുന്നു. അതുപോലെ ഈ ചിലപ്പോൾ ഈ വേടനും ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ വനംവകുപ്പ് മന്ത്രി അയാൾക്ക് സപ്പോർട്ട് ചെയ്തു. കാരണം ആ പുലിമുഖം പിടിച്ചതിൻ്റെ പേരല്ലേ. ഈ പുലിമുഖം പിടിച്ചാൽ ഉടൻ ചോദിക്കുന്ന മോഹൻലാലിൻ്റെ കൊമ്പിനെ കുറിച്ചാണ്. കരുണാകരൻ്റെ വീട്ടിൽ ആനക്കൊമ്പുണ്ടല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട്. കരുണാകരൻ്റെ വീട്ടിൽ ആനക്കൊമ്പ്, ഗണേശൻ്റെ വീട്ടിൽ ആനക്കൊമ്പുണ്ട്. അവർ പരമ്പരാഗതമായി അവർക്ക് ആനയും ഇതൊക്കെ ഉണ്ടായിരുന്നവരാണ്. കരുണാകരനല്ല, ഗണേശൻ. പക്ഷേ ഒരു പുലിനഖം വെച്ച് നിയമത്തിൻ്റെ വഴിക്കല്ലേ പോകാൻ പറ്റുള്ളൂ. അതെ, തീർച്ചയായും. അപ്പോൾ ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലേ, ലഹരി കേസ് ആ വഴി പോട്ടെ, പക്ഷേ ഫോറസ്റ്റ് അല്പം കൂടി അവധാനതയോടെ പുലി നഖം കണ്ടപ്പോൾ അത് പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞ് വിട്ടുകളയണമെന്നാണ് എൻ്റെ അർത്ഥം. അതൊന്നും ശരിയല്ല. അത് വനംവകുപ്പിൻ്റെ തീരുമാനമാണല്ലോ അന്വേഷിക്കുക എന്നുള്ളത്. പിന്നെ തീർച്ചയായിട്ടും അന്വേഷിച്ചില്ലേ, നാളെ ഒരാൾ കൊണ്ടുവന്ന് പരാതി കൊടുത്താലേ അതെ തീർച്ചയായും ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥത്താവില്ലേ. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥകളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. എന്തായാലും വേടൻ എന്ന് പറഞ്ഞ പയ്യൻ, അവൻ്റെ ശരത്തെന്നോ എന്താണ് അവൻ്റെ പേര്, ശരത്ലാലെന്നോ അങ്ങനെ എന്തോ ആണ്, ഹിരൺമുരളി എന്തുകൊണ്ടോ എന്തായാലും പേരിൽ എന്തിരിക്കുന്നത് പണ്ടൊരു വലിയ സാഹിത്യകാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അവൻ തെറ്റുകൾ തിരുത്തി പാടട്ടെ. പിന്നെ അവൻ എത്ര ജാതി പറഞ്ഞാലേ, ഇവിടെ കേരളത്തിൽ ജാതി പ്രസംഗിച്ച മദനിയായിരുന്നു. മദനിയുടെ പ്രസംഗം കേട്ടാൽ നമ്മൾ അടുത്ത വീട്ടിൽ പോയെങ്കിലും, കൈയില്ലാത്തവൻ അടുത്ത വീട്ടിൽ പോയെങ്കിലും വെട്ടുകത്തി എടുത്തോണ്ടെന്ന് കാലുകൊണ്ടെങ്കിലും വെട്ടുമായിരുന്നു തിരിച്ച്. അത്ര ക്രൂരമായ ജാതി. ഇന്ത്യൻ രാഷ്ട്രപതി ആര്, വെളുത്തവൻ. ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്, വെളുത്തവൻ. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ആര്, വെളുത്തവൻ. കേരള മുഖ്യമന്ത്രി ആര്, വെളുത്തവൻ എന്ന് പ്രസംഗിച്ചവനാണ് മദനി. ആ മദനിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇന്ന് മദനി ആരെങ്കിലും അയാളുടെ വീട്ടുകാർ പോലും ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ ഈ വേടൻ കുറേ ജാതിയൊക്കെ പറയട്ടെ, പറഞ്ഞു അവന് നാക്ക് കഴിക്കുമ്പോൾ അവനത് നിർത്തട്ടെ. അല്ലെങ്കിൽ അവൻ അതിൻ്റെ തിക്താനുഭവങ്ങൾ, അതായത് അവൻ ജാതി പറഞ്ഞതിൻ്റെ പേരിലാണ് എനിക്ക് അവസരങ്ങൾ കുറയുന്നതെന്ന് എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ അവൻ തിരുത്തട്ടെ. പക്ഷേ ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിലൊക്കെ പറയുന്നത് ഇരയാക്കുകയായിരുന്നു എന്ന തരത്തിലാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് കൃത്യമായ ആംഗിളാണ്. കാരണം ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി അവിടെ നടന്നിട്ടുണ്ട്. വെറുതെ ഒരു ദിവസം പോയി വേടനെ കയ്യിലെടുത്ത് കൊണ്ടുവന്നതല്ല കേരളത്തിലെ പോലീസ്. ആദ്യമേ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി കണ്ടെത്തുന്നു. കഞ്ചാവ് എത്രയാണെങ്കിലും അത് വെക്കുന്ന നിയമം മൂലം നിരോധിച്ചിട്ടുള്ള ഒരു സംസ്ഥാനത്ത് അത് തീർച്ചയായിട്ടും ചെറിയ അളവാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. ഞാൻ ചാനൽ ചർച്ചയിൽ കണ്ട് ഈ 8 പേര് 9 പേര് കൂടി ചേർന്ന് ഇത്ര അളവ് വലിച്ചാൽ എന്തായാലും അതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി തന്നെ. പണ്ടൊരു ഒരുത്തൻ അഭിമാനത്തോടെ പറഞ്ഞേ, എൻ്റെ ജീവിതത്തിൽ ആരും അടിച്ചിട്ടില്ല, പിന്നെ മീൻ വിൽക്കുന്ന ഒരു സ്ത്രീ പാളയിട്ട് ഒരു അടി അടിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞല്ലാണ്. അതായത് കിലോ കണക്ക് കിട്ടിയില്ലല്ലോ. അതെ, അതാണ് കിട്ടുള്ളൂ. അതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. അതൊക്കെ ചുമ്മാ അടിക്കുന്നത്. ഒന്നാമത് നിങ്ങൾ ഈ എന്താ പറയുക സൈബർ ഇടങ്ങളിൽ പറയുന്നതിനൊക്കെ പക്ഷങ്ങൾ പിടിച്ച് സംസാരിക്കുന്നതിനൊന്നും നമ്മൾ മറുപടി പറയാൻ നിൽക്കരുത്. കാരണം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. ഇപ്പോൾ പ്രശസ്തരായ സംവിധായകരും തിരക്കഥാകൃത്തുക്കളുമായ 3 പേരെ വെളുപ്പാങ്കാലത്ത് ഒരു ഫ്ലാറ്റ് കയറി പിടിച്ചു. അവർക്ക് കിട്ടാത്തൊരു പ്രിവിലേജ് വേടന് ജാതി കിട്ടുമെന്ന്, ജാതി പറഞ്ഞുകൊണ്ട് കിട്ടില്ല. അത് കിട്ടില്ല. കാരണം അവർ വലിക്കാൻ തുടങ്ങുമ്പോൾ കയറി പിടിച്ചു. പക്ഷേ ഇതിലൊക്കെ ഞാൻ ഒരു കാര്യം പറയാം, വേടനെ ആയാലും വേടത്തി ആയാലും ഈ പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയാലും ഇതെല്ലാം ആരോ ചോർത്തുന്നതാണ്. ഇവരെ കൂടെയുള്ള ആരോ ചോർത്തി കൊടുക്കുന്നതാണ്. ഇപ്പോൾ ചെന്നാൽ പൊതി കാണാം, ഞങ്ങളിപ്പോൾ കൊണ്ട് കൊടുത്തിട്ടേ വന്നുള്ളൂ എന്ന് ആരോ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ വെളുപ്പാങ്കാലത്ത് ഈ സ്ക്രിപ്റ്റ് റൈറ്ററെ റൂമിൽ കയറി ഈ 3 പേരെ പിടിക്കാൻ പറ്റി. അതുപോലെ തന്നെയാണ് അവർക്ക് കിട്ടാത്ത ഒരു പ്രിവിലേജ് ഇവർക്കും കിട്ടില്ല. പിന്നെ അവർ മുസ്ലിം ആയതുകൊണ്ട് അവർക്ക് പ്രിവിലേജ് കിട്ടില്ല എന്ന് ഇനി അവർ പറയാറുമില്ല. കാരണം അവർ തല ഉയർത്തി പിടിച്ചിറങ്ങിപ്പോയവരെ. അവർ വണ്ടിയിലേക്ക് കയറണില്ലേ, കാരണം അവർ ആരെയും തലവെട്ടിയതല്ലല്ലോ. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് വയ്ക്കുന്നതിന് പകരം ജാതീയമായി പറയുന്നതിനെ വകവയ്ക്കാതിരുന്നാൽ മതി. അത് നിയമത്തിൻ്റെ വഴിക്ക് പോകും. ഇപ്പോൾ അതിനിടയിൽ സുരേഷ് ഗോപി വലിച്ചഴിക്കുന്നു, മോഹൻലാലിനെ വലിച്ചഴിക്കുന്നു, വ്ളോഗേഴ്സിനെയൊക്കെ വലിച്ചഴിക്കുന്നു. അവരുടെ കയ്യിൽ പുലിനഖമുണ്ട്, അത് അന്വേഷിച്ചില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. വേടനെ മാത്രം മോഹൻലാലിൻ്റെ കേസാണല്ലോ ഇപ്പോഴും നടക്കുന്നത്. ആനക്കൊമ്പാണ്, അത് വില കൊടുത്തെന്തോ വാങ്ങിയാണ് അയാൾ. അത് പാരമ്പര്യം എന്തോ. ഒന്നാമത് എനിക്ക് ഈ ആനക്കൊമ്പൊക്കെ ഈ പൈസയുടെ ധാരാളിത്തം വരുമ്പോഴേ വീട്ടിൽ ഈ മരിച്ചുപോയ മൃഗങ്ങളുടെയൊക്കെ വാങ്ങിച്ച് സൂക്ഷിക്കുന്നത് അതിനേക്കാളും ദ്രോഹമാണ് ഈ കാലമാങ്കൊമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് ഇതൊക്കെ? അതൊക്കെ വല്ല മ്യൂസിയത്തിലും ഇരിക്കട്ടെ. അപ്പോൾ മോഹൻലാലിൻ്റെ കേസ് നടക്കുന്നു. സുരേഷ് ഗോപിയുടേത് ഒരു കേന്ദ്രമന്ത്രിയാണ്. പക്ഷേ അദ്ദേഹം മറ്റേ അടുത്ത ജന്മത്തിൽ നമ്പൂരിയാവാളുകൊണ്ട് ഉടുപ്പൊക്കെ ഊരിയിട്ട്
പുലിനഖം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒന്നേ ഇട്ടുള്ളൂ, അദ്ദേഹം 2 ഇട്ടുകൊണ്ട് നടക്കുന്നു. നാളെ അത് സുരേഷ് ഗോപി പറയില്ലേ അത് പ്ലാസ്റ്റിക്കാണ്, ഫൈബറാണെന്ന് പറയും, അങ്ങ് പോകും അത്. അപ്പോൾ സുരേഷ് ഗോപിക്കായാലും നിയമം തന്നെയാണ്. അതെ, കേസ് വന്നാൽ സുരേഷ് ഗോപി പറഞ്ഞേ പറ്റുള്ളൂ ഈ പുലിനഖം എവിടെ നിന്ന് കിട്ടി, ആര് തന്നു എന്നൊക്കെ പറയേണ്ടി വരും. അത് ഞാൻ പറയുന്നത് അതിനെ നമ്മൾ രാഷ്ട്രീയ കണ്ണി കാണണ്ട. അയാൾ ഉടുപ്പ് ഊരിയിട്ട് നടക്കുമ്പോൾ ആളുകൾ കാണും, നോക്കടാ സുരേഷ് ഗോപി 2 പുലിനഖം ഇട്ട മാല ഇട്ടേക്കണമെന്ന് പറഞ്ഞാൽ തെറ്റാണ്, നിയമപരമായി തെറ്റാണ്, ഇടാൻ പാടില്ല. അത് പുലിയെ കൊന്നിട്ടെടുത്തതാണോ, ചത്ത പുലിയുടെ വായിൽ നിന്ന് ഊരിയെടുത്ത എന്തൊരു വൃത്തിയുടെ നനച്ച് മരിച്ചു കിടക്കുന്ന ഒരു അഴുകി കിടക്കുന്ന ഒരു പുലിയുടെ പല്ലിനെ ഊരിയെടുത്തോണ്ടെന്ന് പുണ്യമായിട്ടിട്ടുണ്ട്. ഇത് ഇട്ടാണ് കോവിൽ കയറി പോണേ, ശവത്തിന് ഇട്ടോണ്ടാണ് കോവിൽ കയറി പോണേ. സുരേഷ് ഗോപിയൊക്കെ അത് ആലോചിക്കട്ടെ, ഇതൊക്കെ ഇട്ടുകൊണ്ട് കോവിൽ കയറാം. അല്ല ഒറിജിനൽ ആയാലും അല്ലെങ്കിൽ അതൊരു ചൂണ്ടുപലകയാണ് എന്തായാലും. മറ്റുള്ളവർക്ക് ഇടാൻ ഇതുപോലെ ഇട്ട് ഇങ്ങനെ നടക്കണം, ഉടുപ്പ് ഊരിയിട്ട് നടക്കും. ഉടുപ്പ് ഊരിയിട്ട് നടക്കുന്നത് തന്നെ പരമ ബോറ. അപ്പോൾ ഒരു 22 മാലയും അതിലൊരു പുലിനഖവും ഒരു രക്ഷക്കൊഴിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് എനിക്ക് നാണോ തോന്നുന്നൊരു കാര്യമാണ്. അപ്പോൾ പക്ഷേ വേടനെ അന്വേഷിക്കുന്ന പോലെ തന്നെ സുരേഷ് ഗോപിയുടെ അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം മറ്റൊരു വിവാദമുണ്ടായത്, ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ വേടനെ അറിയില്ല എന്നൊരു പരാമർശം MG ശ്രീകുമാർ നടത്തി. അപ്പോൾ അതിന് MG ശ്രീകുമാറിന് പുറകെ നടന്ന് MG ശ്രീകുമാറിനെ ആക്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. വേടനെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, അത്ര വലിയ സംഗീത ശാഖയ്ക്ക് അത്ര വലിയ സംഭാവന നൽകിയ ആളൊന്നുമല്ല വേടൻ. MG ശ്രീകുമാർ പോകുന്ന ട്രാക്കിലൂടെ പോകുന്ന ആളുമല്ല. ഒരുപക്ഷെ MG ശ്രീകുമാർ അയാളെ അറിയാൻ, ഞാൻ പോലും അറിയുന്നത് ഈ 3 വർഷങ്ങൾക്ക് മുമ്പ് ഇയാളുടെ പേരിലൊരു സ്ത്രീപീഡന പരാതി ഒരു മീറ്റു മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരാളുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം പിന്നെ വേടനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ അറിയുന്നതും കേൾക്കുന്നതും ഇപ്പോഴാണ്. ഞാൻ വേടൻ്റെ പാട്ടുകളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുള്ളത്. ഈ ചെറിയ തലമുറ, നേരത്തെ ഒരു തൊപ്പി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ കുറച്ച് കുട്ടികൾ അല്ലെങ്കിൽ കുറച്ച് അത്തരത്തിലുള്ള ആൾക്കാർ ഇപ്പോൾ മറ്റൊരാളെ മുന്നിൽ വെക്കാനില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ വേടൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ചർച്ച. അംബേദ്കറും അയ്യങ്കാളിയും ഒക്കെ മുന്നോട്ട് വെച്ച രാഷ്ട്രീയമുള്ള സ്ഥലത്താണ് നമ്മൾ വേടനെ പോലുള്ള ഒരാളെ കൊണ്ടുവന്ന് അയാളാണ് മാതൃക എന്ന് പറയുന്നത്. അത് ഇത്തരത്തിലുള്ള നിലപാടുകൾ ശരിയാണോ? അല്ല, അതിൽ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, അതായത് അംബേദ്കറിൻ്റെയും അയ്യങ്കാളിയുടെയും പ്രതിപുരുഷനായി വേടനെ ചൂണ്ടിക്കാണിക്കുന്നു പറഞ്ഞത് കുമാരനാശാന് പകരം മുഖ്യമന്ത്രി മറ്റേ വെള്ളാപ്പള്ളിയെ പറഞ്ഞതുപോലെ എന്നു വിചാരിച്ചാൽ മതി. മദ്രാസിൽ നിന്ന് ബോംബെക്ക് ഒരു ഫ്ലൈറ്റ് പറക്കുകയാണ്. അന്ന് കമൽഹാസൻ ഹിന്ദി സിനിമയിൽ ഹിറ്റായി നിൽക്കുന്ന സമയമാണ്. തുടർച്ചയായിട്ട് സിനിമകളുണ്ട്. ബിസിനസ് ക്ലാസ്സിൽ കമൽഹാസൻ ഇരുന്നപ്പോൾ തൊട്ടപ്പുറത്തൊരു വന്ധ്യവയോധികനായ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. അദ്ദേഹം എന്തോ ഗഹനമായി വായിക്കുകയാണ്, എന്തോ ഒരു പുസ്തകം വായിക്കുന്നു, എന്തോ കുറിപ്പെടുക്കുന്നു. ഇടയ്ക്കെപ്പോഴോ കമൽഹാസൻ അയാളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. കാരണം കമൽഹാസനെ പോലെ ഒരാൾ കയറിയപ്പം ഫ്ലൈറ്റിൽ മുഴുവൻ പേരും കൈ കൊടുക്കുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് വന്നിരുന്ന തൊട്ടടുത്തിരുന്ന ആൾ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ കമൽഹാസൻ അദ്ദേഹത്തിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം കുറിപ്പെടുക്കുന്നില്ല, എന്തിനും ഇങ്ങനെ നോക്കിയാൽ കമൽഹാസൻ അയാളെ നോക്കുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം ചിരിച്ചിട്ട് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ജോലിയിലിരുന്നു. വീണ്ടും അദ്ദേഹം എന്തിനോ ഇങ്ങനെ നോക്കിയാൽ കമൽഹാസൻ അയാളെ തന്നെ നോക്കിയിരിക്കുക. അപ്പോൾ പുള്ളി ചോദിച്ചു, എന്താ പേര്? എൻ്റെ പേര് കമൽഹാസൻ. ഓ, എന്ത് ചെയ്യുന്നു? ഞാനൊരു ഫിലിം ആക്ടറാണ്. അത് ശരി, ജോലി തിരക്കുകളുടെ സിനിമ കാണാറില്ല, സോറി, അറിയില്ല താങ്കളെ എന്ന് പറഞ്ഞു. വീണ്ടും ഫ്ലൈറ്റ് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കമൽഹാസൻ ആകെ അസ്വസ്ഥനായി. ഇന്ത്യയിൽ എന്നെ അറിഞ്ഞുകൂടാത്ത ആളുകളുണ്ട് എന്ന് അന്നാണ് കമൽഹാസൻ മനസ്സിലാക്കണേ. ഫ്ലൈറ്റ് ബോംബെയിലിറങ്ങി. അദ്ദേഹം നമസ്കാരം പറഞ്ഞ് അദ്ദേഹം പോയി. കമൽഹാസൻ ഇറങ്ങിയിട്ട് ഫ്ലൈറ്റിൻ്റെ ചാർട്ടിൽ നോക്കി. ഈ എൻ്റെ സീറ്റിൻ്റെ തൊട്ടടുത്തിരുന്ന ആളാരെ എന്ന് നോക്കിയപ്പോൾ രത്തൻ ടാറ്റയായിരുന്നു. ഇന്ത്യയുടെ എന്താ പറയുക, ഇന്ത്യ വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഫ്ലൈറ്റ് മുതൽ മൺവെട്ടി വരെ ആണി വരെ ഉണ്ടാക്കി തരുന്ന രത്തൻ ടാറ്റ മുതലാളിയാണ് അപ്പുറത്തിരുന്നത്. പക്ഷേ രത്തൻ ടാറ്റയ്ക്ക് കമൽഹാസനെ അറിയില്ല. അതാണ് എനിക്ക് MG ശ്രീകുമാറിന് ഇയാൾ അറിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ പറയും, എനിക്ക് ഈ വേടനെ അറിയില്ലായിരുന്നു. ഇനിയിപ്പോൾ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദിനേശ് ഇത്ര വിവരം കേട്ടവരാണെന്ന് ചോദിക്കരുത്. ഒന്നാമത് എനിക്ക് ഈ ആപ്പ് ഇപ്പോൾ ഈ റാപ്പ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. കാരണം അതൊന്നും പാട്ടല്ല, അതൊക്കെ ഈ കഞ്ചാവ് അടിക്കുന്നവർക്കും തല്ലിപ്പൊളി പിള്ളേർക്കും പറ്റിയ സാധനമാണ് റാപ്പ്. ഈ പറയുന്ന ഈ വേടന്മാർ ചെയ്യുന്ന സാധനം കലാഭവമണി ചെയ്തിരുന്നു, നല്ല നാടൻ പാട്ട്, നാടൻ ശീലുകൾ. ശീമ കൊന്നയും ടാറിട്ട റോഡും എന്നൊക്കെ പറഞ്ഞാൽ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഒരു വിഷ്വൽ ഇങ്ങനെ പോകും. അത് നല്ല നാടൻ പാട്ട് കലാകാരന്മാർ ഇപ്പോഴും ഉണ്ട്. അതുൽ നറുകര എത്രയോ പേര് ഇപ്പൊ പുതിയ പിള്ളേരും വന്നിട്ടുണ്ട്. അതിനെയാണ് ഞാൻ സംഗീതം എന്ന് കരുതുന്നത്. ഇതൊന്നുമല്ല ഈ ജാതി പറഞ്ഞ് അല്ലെങ്കിൽ കുറെ നെടുങ്ക ഡയലോഗുകൾ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് കാളമൂത്രം ഒഴിക്കും പോലെ പറയുന്നതിനെ ഞാൻ ഒരു സംഗീതം ഒന്നും പറയില്ല. ഇപ്പോൾ MG ശ്രീകുമാറിന് എനിക്ക് ഈ പയ്യനെ അറിയില്ല എന്ന് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടായേക്കാം. അറിയില്ലെങ്കിൽ അത് ശ്രീകുമാറല്ലേ തീരുമാനിക്കുക. എനിക്ക് അറിയാമാറിനൂടെ എന്ന് ഈ കള്ളം പറയാൻ പറ്റുമോ? അയ്യോ ഇയാളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ കഴിഞ്ഞാൽ എനിക്ക് ഈ വേടനെയാണ് ഇഷ്ടമെന്ന് ശ്രീകുമാർ പറഞ്ഞാൽ അത് തെറ്റാണ്, കള്ളം.
ശിവകുമാറിൻ്റെ ന്യായം പറഞ്ഞാണ് ഇവന്മാർ അന്വേഷിച്ച് കാണും ശിവകുമാർ ആയിരുന്നു. അപ്പം മലബാർ ഗോപാലപിള്ളയുടെ മകനാണ് പിള്ള നായരി യവൻ മറ്റത് ഇറങ്ങും. അതൊന്നും ശിവകുമാറിനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നില്ല. എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നില്ല. അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ എന്നൊക്കെ ആയിരിക്കണം, ഒരു കൾട്ട് ഫ്രെയിം ആയിരിക്കണം. ഉമ്മൻചാണ്ടി എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ പേർക്കും അറിയാം. അല്ലെങ്കിൽ യേശുദാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. P. ജയചന്ദ്രൻ, ചിത്ര എന്നൊക്കെ പറഞ്ഞാൽ അറിയാം. ഇത് 3 ഉത്സവപ്പറമ്പുകളിൽ കാളാകുള പാട്ടുകൾ പാടിയവനെയൊക്കെ ലോകം മുഴുവൻ അറിയണമെന്ന് പറഞ്ഞാൽ അത് വിവരക്കേട് കൊണ്ട് പറയുന്നതാണെന്ന് വിചാരിച്ചത്. അത് കാര്യമാക്കണ്ട. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ ആൾക്കാർ പറയുന്നത് ഈ വേടന് ഒരു അവസരം കൊടുക്കണം എന്ന തരത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഷൈനിന് ഇനിയും സംഘടന അഭിനയിക്കാൻ വിലക്കും എന്ന രീതിയിലുള്ള ചില വാർത്തകൾ പോലും വരുന്നുണ്ട്. അപ്പോൾ ഈ ജാതി പറയുന്നത് കൊണ്ട് മാത്രം ഒരുപാട് പ്രിവിലേജുകൾ കേരളത്തിൽ കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഷൈനാണെങ്കിലും ശ്രീനാഥ് ഭാസി ആണെങ്കിലും ഖാലിദ് റഹ്മാൻ ആണെങ്കിലും ഒക്കെ ഇപ്പുറത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യമുണ്ട്. അവർക്കൊന്നും വേണ്ടി ആരും ബഹളം വെച്ചില്ല. പക്ഷേ ഇയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ജാതിയും അയാളുടെ രാഷ്ട്രീയമാണ് കാരണം, സംഘപരിവാരമാണ് ഇയാളെ പൂട്ടാൻ മുൻപിൽ നിന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത ഫോക്കസിലേക്ക് പോവുകയാണ്. എനിക്ക് മനസ്സിലായ സർക്കാരിന് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ കഞ്ചാവുമായി ബന്ധപ്പെട്ട് പോലീസ് എക്സൈസ് അയാളെ പിടിക്കുന്നു. അതിനുശേഷം കാണുമ്പോൾ വനംവകുപ്പ് അത്തരം ഒരു പുലിപ്പല്ല് കണ്ടാൽ ഒരുപക്ഷെ ഇപ്പോൾ മോഹൻലാലിൻ്റെ കയ്യിലുണ്ടായിട്ട് കണ്ടില്ല എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നത്തിലകപ്പെടുമ്പോഴാണല്ലോ ഒരാളൊരു കാര്യം ശ്രദ്ധിക്കുക. എല്ലാ ഉദ്യോഗസ്ഥന്മാരും മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും ഫോട്ടോയിൽ നോക്കി അയാളുടെ കാര്യത്തിൽ ഇതുണ്ടോ എന്ന് നോക്കുന്നവരായിരിക്കില്ല. ഇപ്പോൾ ഒരു പ്രശ്നത്തിലകപ്പെടുമ്പോൾ വരുന്ന സമയത്താണ് അയാളോട് ചോദിക്കുക. മാത്രമല്ല ഇയാൾക്ക് അയാളുടെ അമ്മ ശ്രീലങ്കൻ വംശജയാണെന്ന തരത്തിലൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ മറ്റേ ശ്രീലങ്കക്കാർക്ക് വേണ്ടി അദ്ദേഹം വാദിക്കുന്നുമുണ്ട്, പുലികൾക്ക് വേണ്ടിയൊക്കെ വാദിക്കുന്നൊരു ചില വരികളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ വരികൾ ഇനി നന്നായി കേട്ടെങ്കിൽ മാത്രമേ എന്താണ് ഇയാൾ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്, എന്തോ രാഷ്ട്രീയം പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കത് രാഷ്ട്രീയമായി തോന്നിയില്ല. ഇവർ പറയുന്നത് പാണനല്ല പറയാനല്ല എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു പാട്ട് പാടുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൽ പറയുന്നത് ഒരു തെറിവാക്കാണ്. അപ്പോൾ ഈ രാഷ്ട്രീയം പറയുന്നു എന്ന് പറയുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയം ഇങ്ങനെയാണോ? ഈ തെറി പറഞ്ഞുണ്ടാക്കുന്നതാണോ രാഷ്ട്രീയം? അല്ല, അതിൽ ഒന്നാമത്തെ കാര്യം പുലി ചത്തുപോയില്ലേ, തമിഴ് പുലി ഇല്ലല്ലോ ഇപ്പോൾ. പാവം പ്രഭാകരൻ്റെ മകൻ മരിച്ചു കിടക്കുന്ന ആ വിഷുവിൽ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. പുലിയില്ല. പിന്നെ തമിഴ് വംശജനായി പോയാൽ തെറ്റൊന്നുമില്ലെന്നേ. ഇപ്പം ഞാൻ MGR ശ്രീലങ്കയിലല്ലേ വളർന്നത്. അതൊന്നും കാര്യമാക്കണ്ട, അതൊക്കെ അങ്ങ് വിടാം. പിന്നെ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, ജാതീയമായി ഇത്തരം വിഷയങ്ങൾ കാണാതിരിക്കുന്നത് തന്നെയാണ് ഭംഗിയെന്ന് ഞാൻ പറയും. ചെറുപ്പക്കാരൻ്റെ പാട്ടുകൾ കേൾക്കാനും ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അവർ കാണണ്ടേ, ആ പയ്യനും വളരട്ടെ. ചിലപ്പോൾ അവൻ കുറച്ച് കഴിയുമ്പോൾ കുട്ടപ്പനെയൊക്കെ പോലെ ചിലപ്പം നാടൻ ശീലികളുടെയൊക്കെ ഒരാളായി പിന്നെ മാറിയാലോ. ഇത് കച്ചവടം പൂട്ടുമെന്ന് കാണുമ്പോഴേ ഇപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ചാലക്കുടിയിൽ, പ്രസീത ചാലക്കുടി. എന്ത് രസമായിട്ട് അവർ പാടുന്നത്, സ്റ്റേജിൽ പവർഫുള്ളായി പാടുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് മാർക്കറ്റ് കുറവാണ്. കാരണം അവർ ഈ പറയുന്ന പോലത്തെ കൂതറ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അതുകൊണ്ടായിരിക്കും പ്രസീതയ്ക്ക് പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുക, അതിൽ മിടുക്കരായവർ നിൽക്കും. ഇപ്പോൾ മേദിനി ടീച്ചർ എന്തുകൊണ്ടാണ് ഇത്ര 10-90-100 വയസ്സെന്തോ ആകുമ്പോൾ 100 വർഷം കൊണ്ട് പാട്ടുകാരിയായിട്ട് നിൽക്കുന്നത്? വിപ്ലവ ഗാനങ്ങൾ മാത്രം പാടിയവരാണ്. കാലം മാറുന്നതനുസരിച്ച് കോലവും മാറും. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ചിലപ്പം കഞ്ചാവും പുലിനഖവും ഷർട്ടിടാതെ ഏതെങ്കിലും സ്റ്റേജിൽ യേശുദാസ് മാന്യമായ അല്ലാതെ ഈ ഉടുപ്പൊക്കെ ഊരി കളഞ്ഞിട്ട് കറുത്ത ശരീരം സ്വന്തം ശരീരം കാണിച്ച് നിന്ന് പാടുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? യേശുദാസ് എന്തായാലും ബ്രാഹ്മണനല്ലല്ലോ. മാർക്കോസിനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. നമുക്ക് എല്ലാത്തിനും യേശുദാസിനെ പിടിക്കാം. യേശുദാസ് എവിടെയെങ്കിലും മാന്യമായ വസ്ത്രധാരണത്തിലല്ലാതെ നിന്ന് പാടുന്ന നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. സ്റ്റേജിൽ ഉറഞ്ഞു തുള്ളുന്ന കണ്ടിട്ടുണ്ട്. എസ് ജാനകി അമ്മ മൈക്ക് പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്, നമുക്ക് തോന്നും ഇത് എന്താ ഫ്രീസാക്കി നിർത്തിയിരിക്കണമെന്ന് തോന്നും. അനങ്ങൂല്ലല്ലോ. അവർ വല്ലപ്പോഴും നമ്മൾ അറിയുന്ന ആ ഡയറി ഇങ്ങനെ പേപ്പർ മറിക്കുമ്പോഴാണ്. ജയചന്ദ്രൻ ഒരു കൊച്ചു ഡയറി ഉണ്ടെന്ന് ആർക്കും വായിക്കാൻ നോക്കില്ല അതിലെ അക്ഷരം. അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടില്ലേ പുള്ളി പാടണേ. ഇപ്പോൾ അതൊക്കെ മാറി. സ്റ്റേജിൽ കലാപം ഉണ്ടാക്കുന്ന സ്റ്റേജിൽ ഞാൻ പറഞ്ഞു സിനിമയിൽ ഇപ്പോൾ ജാതി ഉണ്ടെന്ന് പറയുമ്പോഴും മാന്യമായി പണിയെടുക്കുന്നവർക്കും മാന്യമായി ജീവിക്കുന്നവർക്കും ജാതി ഒരു പ്രശ്നമായിട്ടില്ല എന്നാണ് ഇപ്പം ലെനിൻ രാജേന്ദ്രനെ പോലുള്ള സംവിധായകരടക്കം. സിനിമയിൽ ജാതിയുണ്ട്. അതെന്നറിയോ, നിങ്ങൾ വിജയമാണെങ്കിൽ ആ വിജയ ജാതി അവിടെ സക്സസ് ആവും. നിങ്ങൾ പരാജയമാണെങ്കിൽ എത്ര മാന്യനായാലും പൊളിഞ്ഞു പോകും. നിങ്ങൾ സക്സസ് ആണെങ്കിൽ മാത്രമേ സിനിമയിൽ നിൽക്കാൻ പറ്റൂ. അല്ലാതെ കഴിവ് പോലും അല്ല. സക്സസ് എന്ന് പറഞ്ഞാൽ കഴിവ് മാത്രമല്ല. ഇപ്പം നിങ്ങളൊരു പടം എടുത്തിട്ട് ഇപ്പോൾ രഞ്ജിത്തിൻ്റെ തുടരും എന്ന് പറഞ്ഞാൽ തരുൺമൂർത്തിയുടെ പടം എടുത്ത് റിലീസ് ചെയ്യുന്നതിൻ്റെ അന്ന് ഹർത്താലാണെങ്കിൽ ആ പടം വീഴും. അപ്പോൾ ഭാഗ്യക്കേട്. ചകോരം എന്ന് പറഞ്ഞ മനോഹരമായ ഒരു സിനിമ ലോഹിതദാസിൻ്റെ സ്ക്രിപ്റ്റിൽ MA വേണു എന്ന് സംവിധാനം ചെയ്തു. മനോഹരമായ സ്ക്രിപ്റ്റും മനോഹരമായ അഭിനയമാണ് മുരളിയും ശാന്തികൃഷ്ണയും. പക്ഷേ അത് ചന്ദ്രകാന്ത് ഫിലിംസ് നമ്മുടെ അറ്റ്ലസ് ജുവൽ രാമേന്ദ്രൻ റിലീസ് ചെയ്യുന്നതിൻ്റെ അന്ന് കേരളത്തിൽ ഹർത്താലായിരുന്നു. ഹർത്താലോ മഴയോ ആയിരുന്നു. ആദ്യ ഷോയിൽ ഹോൾഡ് ഓവറായി. ആ സംവിധായകൻ വാനിഷ് ചെയ്ത് പോയി. മനസ്സിലായോ?
അപ്പോൾ ഭാഗ്യത്തിനാണ് ഒന്നാം സ്ഥാനം സിനിമയിൽ. അതിൽ ജാതിയോ മതമോ കഴിവോ ഒന്നുമല്ല. എത്രയോ കഴിവുകെട്ടവന്മാർ ലക്ഷങ്ങൾ വാങ്ങും. എത്രയോ ഭാഗ്യഹീനന്മാരായ മിടുക്കന്മാരായ നടന്മാർ 500 രൂപയ്ക്ക് വേണ്ടി സ്റ്റേജിൽ നാടകം ഉറക്കൊള്ളിച്ച് കളിക്കുന്നു. അപ്പോൾ അത് കഴിവിനാണ് പ്രാധാന്യം എന്ന് പറയരുത്, ഭാഗ്യത്തിനാണ് ഒന്നാം സ്ഥാനം. 2 ഒരു ഗോഡ് ഫാദർ വേണം. നിങ്ങളെ പൊക്കി വിടാൻ ആൾ വേണം. ഇപ്പോൾ വേടനെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് പോലെ കൊണ്ടു നടക്കാൻ ആൾ വേണം. തീർച്ചയായും ഞാൻ ചോദിക്കുന്നത്, ഈ വേടൻ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യപ്പെട്ട ഒരാളാണ്. വേടൻ അടുത്ത ദിവസം പറഞ്ഞു ഈ പുലിനഖം കിട്ടിയത് രഞ്ജിത്ത് കുമ്പിടി എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്നാണെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഏതായാലും അങ്ങനെ ഒരു പേര് പോലീസ് വെറുതെ രഞ്ജിത്ത് കുമ്പിടി എന്ന് എഴുതി ചേർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എക്സൈസും പോലീസും. പിന്നീട് വേടൻ പുറത്ത് നന്ദനത്തിലെ കുമ്പിടിയുടെ അനിയനായിരിക്കും, അറിയില്ല. പിന്നീട് പുറത്തു വരുമ്പോൾ വേടൻ തന്നെ പറയുന്നത് എനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ല എന്ന മൊഴി കംപ്ലീറ്റ്ലി മാറ്റി പറയുന്ന ഒരു വേടനെയാണ് കണ്ടത്. ഒരു പക്ഷേ കേരളത്തിലെ ജനങ്ങൾ വേടന് നൽകിയൊരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. കേരളത്തിലെ സോഷ്യൽ മീഡിയയിലെ കുറച്ച് ആൾക്കാർ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി നടത്തിയിട്ട് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടൊരു തിരിച്ചറിവ്, ഈ പറഞ്ഞതുകൊണ്ട് ഈ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു തിരിച്ചറിവുണ്ടാകും എന്ന് വിചാരിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് നല്ല കാര്യമാണെന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വേടനെ എന്നും വേടനായി തന്നെ നിലനിർത്തുക എന്നൊരു അജണ്ട അതിൻ്റെ പിന്നിലുണ്ടോ? അവന് ബുദ്ധിയുണ്ടെങ്കിൽ അവൻ തിരുത്തും. അല്ല, ഈ പൊക്കി വിടാൻ ആളുണ്ടെങ്കിൽ അതാണ് ശരിയെന്ന് പറഞ്ഞു പോയാൽ തൊലയും. എനിക്ക് തോന്നില്ല. ഇത് ഞാൻ പറയുന്നത് രണ്ടായിട്ട് കാണുക. പുലിനഖത്തിനെയൊക്കെ കളയാം. അതെ, ഇവിടെ എന്തോ വെടിയിറച്ചി, മറ്റേ ഇറച്ചി മറിച്ച ഇറച്ചി എന്ന് പറഞ്ഞ് യഥേഷ്ടം കിട്ടുന്ന നാടാണ്. പല ആസ്പെക്റ്റ് ഉണ്ട്. ഇപ്പോൾ വേടൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വേടൻ്റെ മുറിയിൽ നിന്ന് പിടിച്ചു എന്ന് പറയപ്പെടുന്ന കുറച്ച് മഴു അടക്കമുള്ള ചില സാധനങ്ങൾ, ഒരു ഗായകൻ അവർക്ക് വേണ്ടി ഈ പാട്ടുകാർക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ എടുത്തിട്ടിരിക്കുന്ന ഒരു ഫ്ലാറ്റിൽ ഇത്തരം സാധനങ്ങളുടെ ആവശ്യകത എന്താണ്, അതുപോലെ 9.5 ലക്ഷം രൂപ പണമായി പിടിക്കുക, അപ്പോൾ എല്ലാവർക്കും വിതരണം ചെയ്യാൻ വെച്ചിരുന്നതെന്ന് പറയാം. സാധാരണ നമുക്കറിയാം ഇപ്പോൾ ഉത്സവപ്പറമ്പിൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് വരുന്ന കാശൊന്നും ബ്ലാക്ക് മണി അല്ല, ആരും അത്തരത്തിൽ കൊടുക്കുകയില്ല. എല്ലാവരും അക്കൗണ്ടിലൊക്കെ കൊടുക്കുകയാണ്. കാരണം ഇത് കണക്ക് കൂട്ടാനും എഴുതാനും ഒക്കെ കൂടുതൽ കാര്യം അക്കൗണ്ടബിൾ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 9.5 ലക്ഷം രൂപ അവിടെ കൊണ്ടുവച്ചിരുന്നു, മറ്റുള്ളവർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പണമാണെന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഒന്നിലധികം ക്രൈംസ് നടന്നതായാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം പലതും ഇല്ലീഗലാണ്. ക്രൈം എന്ന് പറയുന്നതിനെക്കാളുപരി ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒന്നിലധികം അവിടെ നടന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിനു മുമ്പും വേടനെ പറ്റി ചില ലൈംഗികമായ പ്രശ്നങ്ങൾ കാരണമുള്ള പ്രശ്നങ്ങൾ, അതായത് മീറ്റു മൂവ്മെൻ്റ് ഒക്കെ വന്ന സമയത്ത് വേടനെക്കുറിച്ച് ലൈംഗിക ആരോപണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ഈ വേടനെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലെ മീഡിയാസ് അടക്കമുള്ളവർ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനുള്ള കാരണം എന്തായിരിക്കും? മാർക്കറ്റ് വിറ്റെടുക്കാൻ പറ്റുന്നതുകൊണ്ട്, അല്ലാതെ അതിൽ ഞാൻ വേറെ ഒന്നും കാണുന്നില്ല. ഇപ്പം അവൻ്റെ വീട്ടിൽ വെച്ചാണ് മഴുവൊക്കെ കണ്ടതെങ്കിൽ പോട്ടെന്ന് നോക്കിയാൽ, ഈ ഫ്ലാറ്റിൽ മഴുവൊക്കെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് ആലോചിച്ചാൽ അതിൻ്റെ പുറകിലേക്ക് പോകേണ്ടതാണ്. ഒന്നാമത് വെളുപ്പാങ്കാലത്ത് നടക്കാൻ പോയ, വർക്കലയിൽ ഒരു ഹതഭാഗ്യനായ വെളുപ്പാങ്കാലത്ത് നടക്കാൻ പോയ ഒരു മനുഷ്യനെ ഇവരുടെ ഒരു മൂവ്മെൻ്റാണ് വെട്ടിക്കൊന്നത്. പിന്നെ പറഞ്ഞ ആൾ മാറിപ്പോയിരുന്നു. അപ്പോൾ അത്തരം തീവ്ര പരിശീലകരായ ഒരുപാട് പേരുള്ള, മാത്രമല്ല ഈ വേടനെ പോലെ ഒരാൾക്ക്, വേടൻ പറയുന്നത് വളരെ വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ജീവിച്ചത്. ഈ വേടൻ്റെ വരികൾ ഇന്ത്യയിലുള്ള ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെയും അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ചില വരികൾ, എല്ലാം അതിൻ്റെ ഡെപ്തിലൊന്നുമില്ലെങ്കിലും വരികൾ, ഈ വരികൾ ആരായിരിക്കും? ആരെങ്കിലും എവിടെ നിന്നെങ്കിലും നൽകുന്ന ക്യാപ്സുകൾ കാണാം. വേടൻ ആരുടെയെങ്കിലും ഒരു PR ഏജൻറ്റോ അല്ലെങ്കിൽ വേടൻ ആരുടെയെങ്കിലും ഒരു ടൂളാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പം കലാഭവമണി എഴുതി സംഗീതം കൊടുത്തുണ്ടാക്കിയ പാട്ടെന്ന് പറഞ്ഞാൽ എല്ലാം എഴുതിയത് വേറെ ആളായിരുന്നു. മരിച്ചപ്പോൾ അല്ലേ അറിയണേ. അയാൾക്ക് 100-500 അല്പം ചാരയോ വാങ്ങിക്കൊടുത്തിട്ട് അയാളെ കൊണ്ട് എഴുതിച്ചിട്ട് ഷൺമുഖൻ വെങ്കിടങ്ങ് പാവം മനുഷ്യനെ എഴുതി കൊടുത്തത്. അവസാനം ബോബി ചെമ്മണ്ണൂരാണ് വീട് വരെ നന്നാക്കി കൊടുത്തത്. അപ്പം ഈ പറയുന്ന ഷൺമുഖൻ വെങ്കിടങ്ങിൻ്റെ മകൻ ഷൈൻ വെങ്കിടങ്ങ് എനിക്ക് അടുപ്പമുള്ള ചെറുപ്പക്കാരനാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. ചിലപ്പോൾ ഇതിപ്പോൾ അവൻ പറയുന്നില്ലല്ലോ, അവനാണ് എഴുതിയെന്ന് അവൻ പറയുന്നില്ലല്ലോ. അവൻ പറയാത്തിടത്തോളം കാലം അവനാണ് എഴുതിയെന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. അവനല്ല എഴുതിയതെന്ന് പറയുന്നത് ശരിയല്ല. ചിലപ്പോൾ അവൻ എഴുതുന്നതായിരിക്കും അവൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലെ ഫ്ലാഷ് ബാക്കുകളിൽ നിന്ന്, അവൻ്റെ അനുഭവങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ അവൻ ആ വഴിയെ പോയ, അല്ലെങ്കിൽ നമ്മൾ ശരിയായ വഴിയെന്ന് പറഞ്ഞാൽ സംഗീതം ഒന്നും പഠിക്കേണ്ട, നമ്മൾ ഈ ജാതിയും അതും വെച്ച് കളിക്കുന്ന ഇത്തരം കഠിനമായ വാക്കുകൾ, തീവ്രമായ വാക്കുകൾ ഉപയോഗിച്ച് ഇത്തരം റാപ്പ് സംഗീതങ്ങൾ ഉണ്ടാക്കിയാൽ ഇന്നത്തെ കാലത്ത് ക്ഷേത്ര കലകളെന്ന് പറയുന്നത് മിമിക്രിയും സിനിമാറ്റിക് ഡാൻസും ആണല്ലോ. ഇവിടെ കഥാപ്രസംഗത്തിനെ നിരോധിക്കാൻ വേണ്ടി ചേങ്കോട്ടുവണം സ്വാമി പഠിച്ച പണി 18 നോക്കി സാംബശിവനെ പൂട്ടിയ നാടാണ്. സാംബശിവൻ പക്ഷേ ഇതുപോലുള്ള അലവലാതെ തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ സിനിമാറ്റിക് ഡാൻസും മിമിക്രിയും ആണല്ലോ ക്ഷേത്രകല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇവനെ പോലുള്ളവർക്ക് വന്ന് ഇതുപോലെ ജാതി പറയുന്ന സാധനങ്ങൾ ചെയ്താൽ ആളെ കിട്ടുമെന്ന് തോന്നിയതുകൊണ്ട് അവൻ സ്വയം ചിന്തിച്ചതാവാം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തായിരിക്കും. പക്ഷേ രണ്ടായാലും അവൻ പറഞ്ഞിട്ടില്ല ഇത് ഞാൻ എഴുതുന്നതാണെന്ന്, എനിക്ക് ആരെങ്കിലും എഴുതി തരുന്നെന്നും അവൻ പറഞ്ഞിട്ടില്ല, ഇത് ഞാൻ സംഗീതം കൊടുക്കുന്നതെന്നും പറഞ്ഞിട്ടില്ല, ഇത് വേറൊരാൾ സംഗീതം കൊടുക്കുന്നതാണെന്നും അവൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ട, ഗസ് ചെയ്യേണ്ട. പക്ഷേ ഷീല പറഞ്ഞതുപോലെ ഫ്ലാറ്റിനകത്ത് നിന്ന് മഴു അടക്കമുള്ള മാരകായുധങ്ങൾ പിടിച്ചെടുക്കുക, 9.5 ലക്ഷം രൂപ കിട്ടുക,
മയക്ക് മരുന്ന് കിട്ടുക, കഞ്ചാവ് കിട്ടുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇല്ലീഗലായ കാര്യങ്ങൾ എന്തായാലും നടന്നിട്ടുണ്ട്. എന്നാലും അവൻ പറയുന്നു ഞാൻ തിരുത്താൻ ശ്രമിക്കും, ഒരു മനുഷ്യനാവാൻ ശ്രമിക്കും. നമ്മളത് അതിൽ പക്ഷേ ഇതേപോലെയല്ലേ 8-10 വർഷം മുമ്പ് ഒരു കേസ് നടന്നല്ലേ ഷൈൻ ടോം ചാക്കോ തിരുത്തിയില്ലല്ലോ, വീണ്ടും തിരുത്തണമെന്ന് ഇപ്പോഴല്ലേ. ഇപ്പോൾ എപ്പോഴും അനുഭവങ്ങളിൽ നിന്നല്ലേ പഠിക്കണം. ഇപ്പോൾ പത്മശ്രീ ഞാൻ നേരത്തെ പറഞ്ഞു, മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് പത്മശ്രീ കിട്ടിയ മലയാളത്തിലെ ആദ്യത്തെ നടൻ മദ്യത്തിൽ കുളിച്ച് മദ്രാസിൽ രക്തഛർദ്ദിച്ച് മരിച്ചപ്പോൾ ബോഡി കൊണ്ടുവരാൻ പോലും 10 പൈസ ഇല്ലാത്ത നാടായിരുന്നു. ആ മദ്യം മകമാറി മയക്കുമരുന്നിലേക്കും കഞ്ചാവിലേക്കും LSDയിലേക്കും ഒക്കെ പോയി എന്ന് വിചാരിച്ചാൽ മതി. ലഹരി ഉപയോഗിക്കുന്ന ഒരു കൂട്ടർ എപ്പോഴും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അവരെന്തൊക്കെ ഇപ്പം കഞ്ചാവ് കൊണ്ടുണ്ടാക്കുന്ന ലേഹ്യം കറുപ്പ് കഴിക്കുന്ന ആൾക്കാരില്ലായിരുന്നു. അപ്പോൾ അത് കാലാകാലങ്ങളിൽ കിട്ടുന്ന ലഹരി അന്വേഷിച്ച് പോകുന്ന ഒരു നല്ല പ്രബല ഗ്രൂപ്പുണ്ട്. ആ പ്രബല ഗ്രൂപ്പിൽ ഓരോ പെട്ടിരിക്കാം. എന്നിട്ട് അയാൾക്ക് അതിൻ്റെ ദുരന്താനുഭവം അല്ലെങ്കിൽ കേരളം മുഴുവൻ എന്നെ ചർച്ച ചെയ്യുന്നത് കണ്ടപ്പോൾ നാണം തോന്നിയിരിക്കാം. ചിലർക്ക് നാണം തോന്നില്ല, ഇയാൾക്ക് നാണം തോന്നിയിരിക്കാം. അതുകൊണ്ടായിരിക്കാം എന്തൊക്കെ പറഞ്ഞാലേ ഈ ഫ്ലാറ്റിൽ അർമാദിച്ച് വെള്ളം അടിച്ച് കഞ്ചാവൊക്കെ വലിച്ച് കിടന്നവൻ 2 ദിവസം പോലീസ് ലോക്കപ്പിൽ കിടക്കുമ്പോഴേ തകർന്നു പോകും. കൊച്ചു പയ്യനല്ലേ, 30 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് അവൻ ചിലപ്പോൾ മാനസാന്തരപ്പെടാം. പക്ഷെ അവൻ മാനസാന്തരപ്പെടണമെങ്കിൽ ആദ്യം ചെയ്യാനുള്ളത് അവൻ ചെയ്യേണ്ടത് അവൻ്റെ ടീമിനെ പിരിച്ചുവിടണം. ആ ടീം കൊണ്ട് നടന്ന് അവൻ നന്നാവില്ല. ഇപ്പം തന്നെ നിങ്ങളുടെ അറിവിലേക്ക് ആ ഒരു കാര്യം, ഈ സംഗീത സംവിധായകരുടെ കാര്യം പറയുമ്പോൾ ഈ ബാലഭാസ്കർ ഇതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ തരത്തിലുള്ള ഒരു സംഗീത ട്രൂപ്പ്, ഇവർക്ക് ഏറ്റവും ഗുണകരമാകുന്ന ഇവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പോലുള്ള സാധനങ്ങളൊക്കെ കടത്തുമ്പോൾ ഇവർക്ക് അതിൽ വലിയ ചെക്കിംഗ് ഒന്നും ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. കാരണം അറിയപ്പെടുന്ന ഗായകരും ഒക്കെ ആകുമ്പോൾ അത്ര വലിയൊരു ചെക്കിംഗ് ഉണ്ടാവില്ല. അപ്പോൾ അത് വെച്ചിട്ട് പല കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ കഴിയും. അത്തരത്തിലുള്ള ഇടപാടുകൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള തട്ടിക്കൂട്ട് റാപ്പ് എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്, ഒരു ട്രൂപ്പ് ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെയൊന്നും പെട്ടെന്ന് ട്രൂപ്പൊന്നും ഉണ്ടാക്കാക്കില്ല. കള്ളക്കടത്ത് നടത്താൻ വേണ്ടി അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലഹരി കടത്താൻ വേണ്ടിയൊന്നും ട്രൂപ്പൊന്നും ഉണ്ടാക്കാക്കില്ല. കഴിവില്ലെങ്കിൽ ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ബാലഭാസ്കറിൻ്റെ അമ്മാവൻ വയലിനിസ്റ്റായിരുന്ന ശശികുമാറിന് ഒരു പ്രോഗ്രാമിന് പോയാൽ അങ്ങേറ്റമേ 5000 രൂപ കിട്ടുമായിരിക്കും. ഇവൻ 5 ലക്ഷം രൂപ ഒരു പ്രോഗ്രാമിന് വയലിൻ വായിച്ചാൽ കിട്ടും, അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച പയ്യന്. പക്ഷേ അവന് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ അറിയാം. അവൻ അതിനിടയിൽ വഴിവിട്ട ഇതിനൊക്കെ പോയോ എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം എനിക്ക് ബാലതാരമായിരുന്ന ബാലഭാസ്കറിനെ അറിയാം, എൻ്റെ ഒരു സീരിയലിൽ അഭിനയിച്ചിരുന്നു. അങ്ങനെയുള്ള ചെറുപ്പക്കാരൻ വഴിതെറ്റുമെന്ന് എനിക്കറിയണ്ട. പക്ഷേ അവൻ്റെ പിന്നെയുള്ള കൂട്ടുകെട്ടുകളെല്ലാം കുഴപ്പമായിരുന്നു. ഈ കൂട്ടുകെട്ടുകളാണ് കുഴപ്പം. ഇപ്പം തന്നെ ഞാൻ നിങ്ങളുടെ പറയാൻ വന്നത്, ഞാൻ ഷൈൻ നിഗം എന്ന് പറഞ്ഞൊരു പയ്യനെക്കുറിച്ച് ലഹരിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അത് കുറേ കഴിഞ്ഞപ്പോൾ അവൻ നല്ലവനായപ്പോൾ ഞാൻ നല്ലവനെന്ന് പറഞ്ഞു ചെയ്തു. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ ലഹരിയുടെ ഇത്രയും ഇഷ്യൂസ് നടക്കുമ്പോൾ കഴിഞ്ഞ 10-15 ദിവസമായിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10-15 സിമ്മിൽ നിന്നെങ്കിലും എന്നെ വിളിച്ചിട്ട് ഒരുത്തൻ ചോദിക്കുന്നത് ഷൈൻ നിഗത്തെ പറ്റി പറയാൻ നീ ആരടാ? ഷൈൻ നിഗത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് നിനക്കറിയാമോ? ജയൻ മയിൽ. അപ്പോൾ ഞാൻ ചീത്ത വാക്കാണ് ആദ്യം വിചാരിച്ചത്. ജയൻ മയിൽ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്തെന്ന് അല്ല, നിങ്ങൾ വിചാരിക്കുന്ന ചീത്തയല്ല, മയിൽ അവനാണ് ബ്ലാക്ക് ബെൽറ്റാണ് കരാട്ടയിൽ, വിവരം അറിയും. ഞാൻ അവൻ്റെ തന്ത വിചാരിച്ചാൽ എന്നൊരു പുല്ലും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്യും. അപ്പോൾ വേറൊരു നമ്പറിൽ നിന്ന് വിളിക്കും. ചിലരെന്തെന്ന് വെച്ചാൽ ഫോൺ ചെയ്തിട്ട് മിണ്ടാതെ വച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഷൈൻ നിഗം വലിക്കുന്ന കുടിക്കുന്ന ഏതോ ഗ്യാങ്ങിൽ ഇവരെല്ലാം കൂടി ഇരുന്നാണ് വിളിക്കുന്നതെന്ന് അറിയാം. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ മനോജ് എബ്രഹാം സാറിനും നാർക്കോട്ടിക്കിൻ്റെ ഇപ്പോൾ അന്വേഷിക്കുന്ന ADGPക്കും ഒരു മെസ്സേജ് അയച്ചു. ഇവനെ കൊണ്ടൊരു നിവർത്തിയില്ല, ഇവൻ്റെ ഗ്യാങ് എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണ എന്നെ തെറി വിളിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അന്ന് കൊടുത്ത നമ്പറുകളിൽ നിന്ന് പിന്നെ വിളിച്ചിട്ടില്ല. ഇപ്പോൾ പുതിയ നമ്പറുകളിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ നാണം തോന്നി. കാരണം നമ്മൾ നിരന്തരമായി പോലീസിന് പരാതി കൊടുക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ തീർക്കുക, ഞാൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഫോണിൽ മറുപടി പറയാതെ വെച്ചോണ്ടിരിക്കണമെങ്കിൽ ഞാൻ കട്ട് ചെയ്യില്ല, അവിടെ അങ്ങനെ ചെയ്യും. 1 മണിക്കൂർ എൻ്റെ ഫോണിലാക്കും വിളിക്കാക്കില്ലെന്നല്ലേ ഉള്ളൂ, അവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ വയ്ക്കും. അപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്നവന്മാർ ഇങ്ങനെ വഴിതെറ്റി നടക്കുന്നവന്മാരാണെന്ന്. ഈ ഷൈൻ നിഗം എന്ന് പറഞ്ഞ ചെറുക്കൻ അമ്മയുടെ കാലത്ത് നന്നാവില്ല എന്നാണ് അവൻ ഈ കാണിക്കുന്നത്. അവൻ നന്നായപ്പോൾ നല്ലവനെന്ന് പറഞ്ഞവനാ. പക്ഷേ അവൻ കൊണ്ടു നടക്കുന്ന ഒരു 10-15 അലവലാദികൾ കാണും, ഈ വലിച്ചും കുടിച്ചും നടക്കുന്നത്, വിഭജിച്ചുമൊക്കെ നടക്കുന്നത്. യൗമാരെ വെച്ച് ഈ ചെറുക്കൻ കളിക്കണം. അപ്പോൾ ഈ ചെറുക്കൻ മെച്യൂരിറ്റി വന്നിട്ടില്ല. മനസ്സിലായില്ലേ? അമ്മ കുപ്പിപ്പാലിൽ കൊണ്ട് നഴ്സറി പോകും പോലെ ലൊക്കേഷനിൽ കൊണ്ടുപോകുന്ന ഒരു ചെറുക്കൻ നമ്മളെപ്പോലെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു തന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്. മട്ടാഞ്ചേരി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മട്ടാഞ്ചേരി അവൻ്റെ അച്ഛൻ്റെ വകയാണ്. എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് മട്ടാഞ്ചേരിയിൽ 100 കണക്കിന് ആരാധകരുണ്ടെന്നേ. അതിൽ പലരും എന്നോട് പറയുന്നവർ മുസ്ലിം സമുദായത്തിൽപ്പെട്ട എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ മട്ടാഞ്ചേരി എന്ന് അവൻ്റെ വാപ്പേരെ വകയൊന്നുമല്ല, ഇവൻ ചുമ്മാ ചേട്ടനെ മട്ടാഞ്ചേരി പറഞ്ഞ് വരട്ടെ, ചേട്ടാ ആ നമ്പർ ഇങ്ങോട്ട് താ, ആരൊക്കെ വിളിച്ചു എന്നുള്ള നമ്പർ താ, ഞങ്ങൾ തീർത്തോളാം എന്നാണ് പറഞ്ഞത്. തീർത്ത് അവസാനം ഞാനും കൂടെ അകത്താവൂലേ, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്. അപ്പോൾ ഇവൻ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തോ ജയൻ മയിൽ എന്ന് പറഞ്ഞാൽ, മയിലെന്നല്ല ഞാൻ പറയാം, നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് ബാക്കി പറയുന്നില്ല, ഞാൻ ഇവനെയൊന്നും വകവയ്ക്കില്ലെന്നേ. അപ്പോൾ മനോജ് എബ്രഹാം സാറിനും ആൻറ്റി നാർക്കോട്ടിക്കിൻ്റെ ADGPക്ക് പരാതി കൊടുത്തിട്ട് പോലും
വീണ്ടും 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 വിളിക്കുകയാണ്, നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ്. കേരളം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ നടക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ പരാതി കൊടുത്താൽ മുഖ്യമന്ത്രി പറയുന്നത് ഷൈൻ നിഗം ഒരു കലാകാരനില്ല, അവരോട് നിൽക്കാമെന്ന് പറയും. മനസ്സിലായോ? ഇവിടെ ഇപ്പം ഞാനൊരു കേസ്, മഹേഷ് പഞ്ചു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായ SFIയിൽ DFIയിലൂടെ വളർന്ന് AKI സെൻറ്ററിൽ ഇരിക്കുന്നിടത്തെ ഏറ്റവും വലിയ മാസ്റ്റർ പാർട്ടിയുടെ പ്രവർത്തകനായ മഹേഷ് പഞ്ചുവിനെ അക്കാഡമിയിൽ നിന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞെന്തറിയോ? മര്യാദയ്ക്കാണെങ്കിൽ നിങ്ങളും കമലും എല്ലാം കൂടെ ഒന്നിച്ചു പോവുക, ഇല്ലെങ്കിൽ ഞങ്ങൾ കമലിൻ്റെ കൂടെ നിൽക്കൂ. കാരണം കമൽ ഒരു വരെ അരിവാൾ ചുറ്റിയിട്ട് നടക്കുന്ന ഒരു മുസ്ലിമാണ്, അതുകൊണ്ട് ഞങ്ങൾ അയാളെ കൂടെ നിൽക്കുന്നു. മഹേഷ് പഞ്ചുവിൻ്റെ പറഞ്ഞ മുഖ്യമന്ത്രി ഭരിക്കുന്ന നാടാണ്. അപ്പോൾ ഈ ഷൈൻ നിഗന്മാർക്കാണ് ഇപ്പോൾ കേരളത്തിൽ മാർക്കറ്റ് വാല്യൂ. മനസ്സിലായോ? അല്ല 17 വയസ്സിൽ മെമ്പർഷിപ്പ് കിട്ടി എനിക്കല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള മണ്ടന്മാർ ഇതുപോലെ പലതും ചെയ്യും. അതിൽ മാനസികമായി നമ്മൾ തകരരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പുല്ല് പോലും വകവയ്ക്കില്ല അവനെ. ഒന്നാമത് ഞാൻ വിചാരിക്കുന്നത് ഈ 50 വയസ്സ് കഴിഞ്ഞാൽ ഓരോ വർഷവും ദൈവം തരുന്ന ബോണസാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആണാറ്റങ്ങ് ജീവിക്കുക. യവന്മാർ വന്ന് മട്ടാഞ്ചേരിന്നൊന്നും ഉണ്ടാക്കിയിട്ട് പോട്ടെന്ന് പറയുക, അത്രേ ഞാൻ പറയൂ. അതാണ് ഈ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന. അപ്പം നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഈ വേടനല്ല, ഇനി ഏത് ഓച്ചനായാലും ശരി, ജാതി വച്ച് മതം വച്ച് പാർട്ടി വെച്ച് ഒക്കെ സംസാരിച്ചാൽ അവനെ വകവയ്ക്കരുത്. അത് അധികാരത്തിലിരിക്കുന്നവർ അത് അണ്ടറിട്ട് ചെയ്യേണ്ടതാണ്. അതിന് പകരം പുലിനകം അത് വനം വകുപ്പിൻ്റെ ഒരു അവാധാനയുടെ കാണാതെ അതിന് വിട്ടുകളയണമായിരുന്നു. മറ്റേ ലഹരിയുടെ വഴിക്ക് പോട്ടെ, ലഹരിയുടെ വഴിക്കല്ല പോകേണ്ടത്. നിങ്ങൾ പറഞ്ഞതുപോലെ അവൻ്റെ ഫ്ലാറ്റിനകത്ത് ഈ പറയുന്ന മഴു അടക്കം കിട്ടിയെങ്കിൽ ആരെ വെട്ടാനാണ്ടാ നീ ഇത് വെച്ചിരുന്നത്? പ്രോഗ്രാം കഴിഞ്ഞ് വെളുപ്പാങ്കാലത്ത് വണ്ടിയിൽ വരുമ്പോൾ ഏതെങ്കിലും വഴിയിൽ വെച്ച് ഒരുത്തനെ കണ്ടാൽ അവനെ വെട്ടാൻ വെച്ചിരുന്നതാണോ? ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതെന്ന് പിന്നീട് 9 നീ എന്തിനു ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു? 9 ലക്ഷം രൂപ എന്തിനാണ് നീ ഫ്ലാറ്റിൽ സൂക്ഷിക്കുന്നത്? ഇതൊക്കെ അന്വേഷിക്കേണ്ട. അതൊന്നും മാധ്യമപ്രവർത്തകർക്ക് ഒരു വിഷയമല്ല. മാധ്യമപ്രവർത്തകർ സവർണനെ തെറി പറയുന്നു എന്നുള്ളത് കൊണ്ട്. മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവന്മാരല്ലേ. അവന്മാർ മാർക്കറ്റ് കിട്ടാൻ വേണ്ടി എന്തെല്ലാം ഹൈപ്പ് ഉണ്ടാക്കാമോ അത് മാത്രമേ ഉണ്ടാക്കുള്ളൂ. അതിൻ്റെ ബാക്കി വിട്ടുകളയും. മനസ്സിലായില്ലേ? ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താ? വിഴിഞ്ഞം തുറമുഖത്ത് പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പുള്ള മുന്നൊരുക്കങ്ങൾ കാണാൻ പോയ മുഖ്യമന്ത്രി, അയാൾക്ക് നല്ലൊരു കുടുംബം ഉള്ളതുകൊണ്ട് അയാൾ ഭാര്യയും മോളെയും കുട്ടിയൊക്കെ കൊണ്ടുപോയി കൂടെ. ഔദ്യോഗികമായ യാത്രയല്ല, അവിടെ ഒരു മീറ്റിങ്ങിന് പോവുകയാണെങ്കിൽ ഓക്കെ. അതല്ലേ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഇഷ്യൂ. അതിന് ഇന്നലെ മുഖ്യമന്ത്രി കൃത്യമായി മറുപടി ഇന്നലെ പറഞ്ഞു, എനിക്കൊരു കുടുംബമുണ്ട്, അതിൽ മകളുണ്ട്, മകളുടെ മകനുണ്ട്, ഭാര്യയുണ്ട്, മരുമകനുണ്ട്, അവരൊക്കെ ഉള്ളതാണ്, ഞാൻ അവരെ ആരെയും ഒളിച്ചു വയ്ക്കാറില്ല എന്ന് പറയേണ്ടി വന്നു. കാരണം അദ്ദേഹം പോയത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ സുരക്ഷിതത്വത്തിൻ്റെ കാര്യങ്ങളിൽ, സ്റ്റേജ് കിട്ടുന്ന കാര്യങ്ങളിലൊക്കെ എന്തായി എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ അവരെ കൂടെ കൊണ്ടുപോയി. നമുക്ക് വാർത്ത ഉണ്ടാക്കുന്ന മീഡിയകൾക്ക് ഇതൊക്കെയാണ് ഇപ്പോൾ ആവശ്യം. അല്ലാതെ നമുക്ക് ഈ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ 5.5 ലക്ഷം കണ്ടെയ്നർ വന്നിറങ്ങിയതോ, കേരളത്തിന് അതിൽ നിന്ന് എത്ര കോടി കിട്ടിയെന്നോ, അല്ലെങ്കിൽ ബാലരാമപുരം വഴി വരാൻ പോകുന്ന അണ്ടർ പാസേജിൽ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് ഇതൊന്നും ചർച്ച ചെയ്താൽ ഒന്നാമത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പത്രക്കാർ അത് എഴുതിയ വായിക്കാൻ ആളില്ല, ഡ്രൈ ആണത്. നേരെ മറിച്ച് വേടൻ ഇന്ന് എത്ര വലിച്ചു, അവൻ എത്ര തള്ളക്കി വിളിച്ചു നായന്മാരെ, അത് കേൾക്കാനാണ് ആൾക്ക് ഇഷ്ടം. നായന്മാരും അത് വായിക്കും, ആസ്വദിച്ച്. നമ്മളെ തള്ളക്കി വിളിച്ചു ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ ഈ പ്രശ്നം തീരും. ഇനി ഇതിനേക്കാൾ ഗുരുതരമായ എന്തെല്ലാം വരാൻ പോകുന്നു. ഞാനതാണ് കാത്തിരിക്കുന്നത്. കാരണം ഇതിവിടം കൊണ്ടൊന്നും തീരില്ല. കാരണം ഇതുപോലുള്ളവന്മാരെ പ്രോത്സാഹിപ്പിക്കും തോറും ഉത്സവപ്പറമ്പുകളിൽ വേടന്മാർ മതി എന്ന് തീരുമാനിക്കുന്നിടത്തോളം കാലം നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി പോലുള്ള നാടകങ്ങൾ, സർവേക്കല്ല് പോലെ, പുതിയ ആകാശം പുതിയ ഭൂമി പോലുള്ള, നല്ല മൃച്ഛകടികം പോലുള്ള മനോഹരമായ നാടകങ്ങൾ കണ്ടിരുന്ന സിംഹം ഉറങ്ങുന്ന കാട് ഒരു നാടകത്തിന് പേരിടും. ആലോചിച്ച് SL പുരം സദാനന്ദൻ്റെ നാടകത്തിൻ്റെ പേരാണ് സിംഹം ഉറങ്ങുന്ന കാട്. അതുപോലുള്ള നാടകങ്ങൾ കണ്ടിരുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ പാപ്പനംകോട് മണിയുടെ രാമായണം പോലുള്ള ബാലകൾ കണ്ടിരുന്ന സ്ഥലത്ത് കൂതറ സിനിമ സീരിയൽ നടികൾ വന്ന് കിടന്ന് കാണിക്കുന്ന പേക്കൂത്തുകളും മിമിക്രിയും കാണാനാണ് ഇപ്പം ക്ഷേത്രകലകൾ. ഇപ്പോൾ അതാണ്. പണ്ട് നളചരിതം, ആട്ടക്കഥ, 4-ാം ദിവസം, അതൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വേടന്മാരെ അച്ഛന്മാർ ഇനി ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളത് കൂടുതൽ പറഞ്ഞാൽ നമ്മളെ പേരിൽ കേസ് വരും. അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്താം. ആ പയ്യൻ നന്നാവട്ടെ. അവൻ വീണ്ടും അവനും പയ്യനെ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോണിറ്ററിൽ TV-യിൽ അവനെ കാണിക്കുകയാണ്. ഞാൻ പറയുന്നത് ആ പയ്യനും ഒക്കെ സ്പേസ് ഉണ്ടെന്നേ. ഷൈൻ നിഗത്തിനും സ്പേസ് ഉണ്ട്, ഷൈൻ ടോം ചാക്കയ്ക്കും സ്പേസ് ഉണ്ട്, മോഹൻലാലിനും ഉണ്ട്. 40 വർഷം കഴിഞ്ഞിട്ടും കണ്ടില്ലേ 200 കോടി ക്ലബിലേക്ക് കടക്കുകയാണ് തുടരും എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും സ്പേസ് ഉണ്ടാവട്ടെന്നേ. ഒരു കാടാവുമ്പോൾ സിംഹവും ആനയും മാത്രം ഭയങ്കര ഡ്രൈ ആയിരിക്കുന്നത്, മാനും മൊയിലും ഒക്കെ ഉണ്ടാവട്ടെ. അതിൻ്റെ കൂടെ കരടിയും എന്താ പറയുക ഊളനും ഒക്കെ ഉണ്ടാവട്ടെന്നേ. അതേ എനിക്ക് പറയാനുള്ളൂ.
നിയമപരമല്ലാത്ത ഏത് പ്രവൃത്തിയും ആ പ്രവൃത്തിയെ ന്യായീകരിക്കേണ്ടതില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് ശാന്തിവിള ദിനേശിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വേടൻ്റെ കാര്യത്തിലും നിയമപരമല്ലാത്ത ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അയാൾക്ക് നന്നാകാൻ അവസരം കൊടുക്കുന്നതിൽ തെറ്റില്ല എങ്കിൽ പോലും അന്വേഷണം കൃത്യമായി നടക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ശാന്തിവിളയുടെയും വാദം.